നൽകിയതുകൊണ്ട് ഇവിടെ വന്ന വിശുദ്ധ തിരുവെഴുത്തുമായി നിൽപ്പാൻ കർത്താവ് പ്രാപ്തനാക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ഹൃദയപൂർവ്വം ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപം താമസിച്ച് ദൈവത്തിന് വേല ചെയ്യുകയാണ്. കർത്താവിൻ്റെ വേലയിൽ കുടുംബമായി ഞാൻ അവിടെ തുടരുന്നു. സമയത്തിന് പരിധി കൊണ്ട് നാം നമ്മുടെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വാക്യത്തിന് ഒരു അർത്ഥം പറയാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ സേവിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ എത്രയോ ശ്രേഷ്ഠകരമായതാണ്. രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ അമേരിക്കയിലെ പത്രപ്രവർത്തകർ നടത്തിയ ഒരു സർവേ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ജോനാഥാൻ എഡ്വേർഡ് എന്ന ഒരു മനുഷ്യൻ്റെയും അദ്ദേഹത്തോടൊപ്പം സമകാലീനായി സ്കൂളിൽ പഠിച്ച വളർന്നു വന്ന പ്രൊഫസർ ചാൾസ് ഡ്യൂക്ക് എന്ന മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച് 300 വർഷത്തിന് ശേഷം അമേരിക്കയിലെ പത്രപ്രവർത്തകർ നടത്തിയ ഒരു ഗവേഷണത്തിൻ്റെ ഫലമായി പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ട്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണത്. ജോനാഥാൻ എഡ്വേർഡിൻ്റെ കുടുംബത്തിൽ 300 വർഷത്തെ ചരിത്രമാണ്. 13 കോളേജ് പ്രിൻസിപ്പൽമാർ, 2 US വൈസ് പ്രസിഡന്റുമാർ, 85 പ്രൊഫസർമാർ, 60 ഡോക്ടേഴ്സ്, 100 അഭിഭാഷകർ, 102 സുവിശേഷകന്മാർ, 60 ഗ്രന്ഥകാരന്മാർ, 30 ജഡ്ജിമാർ, 12 സെനറ്റർമാർ, 7 സിറ്റി മേയർമാർ, 20 കോൺഗ്രസ്മാൻമാർ. ഇത്രയും അനുഗ്രഹീതമായ തലമുറകൾ ഭക്തനായ ജോനാഥാൻ എഡ്വേർഡിൻ്റെ തലമുറകളിൽ ഉണ്ടായി. എന്നാൽ പ്രൊഫസർ ചാൾസ് ഡ്യൂക്ക് ഒരു നിരീശ്വരവാദിയായിരുന്നു. 300 വർഷം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിശകലനം ചെയ്തപ്പോൾ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടത് 10 പേര്, 102 കൊള്ളക്കാർ, 90 വേശ്യകൾ, 145 മുക്കുടിയന്മാർ, 200 ഗൂഹ്യരോഗികൾ, 300 പേർ അകാലത്തിൽ മരിച്ചു, 82 പേർ ജയിൽ പുള്ളികളായിരുന്നു, 304 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് $10 ലക്ഷം ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. ഈ 2 കുടുംബങ്ങളുടെ പഠനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അപ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഒരിക്കൽ കണ്ടത് അവസാനിക്കുകയല്ല, തുടർമാന ജീവിതത്തിൽ ആ വ്യത്യാസങ്ങൾ പിന്നെയും അനുഭവിച്ചറിയാൻ ദൈവം അവസരങ്ങൾ നൽകുകയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം തിരുവെഴുത്തുള്ളവർ നിങ്ങൾ എന്നോട് ചേർന്ന് തുറന്നു നോക്കുമല്ലോ. അതിന്റെ 15 മുതൽ വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഫലം എന്ന് ആളുകൾ പറയുകയാണ്. ഞങ്ങൾ ദൈവത്തിന്റെ കാര്യം നോക്കുന്നു, വ്യസനത്തിന്റെ തെളിവായി കറുപ്പെടുത്ത് നടക്കുന്നു, അതുകൊണ്ടൊക്കെ എന്താണ് നേട്ടമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിനെക്കുറിച്ച് പറയുന്ന കുറെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാക്യം 16 അവിടെ വായിക്കുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. നീ പറയുന്ന വാക്കുകൾ വേറെ ആരും കേട്ടില്ലെങ്കിലും അത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു സ്വർഗം നിനക്കുള്ളതോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. നമ്മുടെ ദൈവം ജീവനുള്ളവനായ ദൈവമാണ്. കണ്ണുള്ളത് കൊണ്ട് തന്റെ ഭക്തന്റെ കണ്ണുനീര് കാണാൻ അവന് കഴിയും. കാതുള്ളത് കൊണ്ട് നമ്മുടെ നിലവിളി കേൾക്കാൻ അവന് കഴിയും. കൈയുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ അവന് കഴിയും. കാലുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി ചലിക്കാനും അവിടുത്തേക്ക് കഴിയും. ജീവനുള്ള പ്രവർത്തന നിരതനായിരിക്കുന്ന ഒരു ദൈവത്തെ സ്നേഹിപ്പാൻ സേവിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 34-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ആ ഭക്തന്മാരുടെ നിലവിളിക്ക് അവന്റെ ചെവി തുറന്നിരിക്കുകയാണ്. ഭക്തന്മാർ സംസാരിച്ചത്
ദൈവം ശ്രദ്ധ വെച്ചു കേട്ടു എന്നാണ് വായിക്കുന്നത്. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം. എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു ദൈവം. നമ്മൾ പലപ്പോഴും 10 വർഷത്തിന് മുമ്പ് നടന്നൊരു കാര്യം ഇന്നേക്ക് ഓർക്കുന്നില്ല, മറന്നുപോയെന്ന് വരാം. എന്നാൽ മറവിയില്ലാത്ത ഉടയവൻ എല്ലാം തന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സമയമാകുമ്പോൾ ദൈവം അതിന്റെ പ്രതിഫലം നമ്മുടെ ആയുസിൽ തന്നെ തിരിച്ചു തരുവാനിടയാണ്. അഹശ്വേരോശ് രാജാവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ 2 വ്യക്തികളെ കുറിച്ച് നാം എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ബിഗ്ദാൻ, തേരഷ് എന്ന് പറയുന്ന 2 ഷണ്ഡന്മാർ രാജാവിനെ വധിക്കാൻ ശ്രമിച്ചു. ആ വാർത്ത മണത്തെറിഞ്ഞ മൊർദെഖായി എസ്തേർ മുഖാന്തരം വാർത്ത അറിയിക്കുകയും രാജാവിന്റെ ജീവനെ രക്ഷിക്കുകയും ചെയ്തു. വളരെ കോളിളക്കമുളവാക്കിയ ആ സംഭവം അന്വേഷിച്ചപ്പോൾ സത്യമാണെന്ന് മനസ്സിലാക്കി അവരെ തൂക്കിക്കളഞ്ഞു. ആ ചരിത്രം രാജകീയ വൃത്താന്തത്തിൽ രേഖപ്പെടുത്തി. ഭക്തനെ ആദരിക്കേണ്ടുന്ന സമയമായപ്പോൾ അന്നൊരു ദിവസം രാജാവിന്റെ ഉറക്കം വിട്ടുപോയി. ഉറങ്ങാൻ കഴിയാതെ പുസ്തകം കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം, ബാലപാഠങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നില്ല. കൃത്യമായി കൊണ്ടുവന്ന് വായിച്ചത് ആ പഴയ ചരിത്രമായിരുന്നു, അല്ലേ? ആ രേഖപ്പെടുത്തിയിരുന്നനുസരിച്ച് മൊർദെഖായിക്ക് അവിടെ പ്രതിഫലം നൽകുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി ഒരു പുസ്തകം അവൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം, അതാക്കി പ്രവചനത്തിലെ അടുത്ത ഭാഗം അവിടെ വായിക്കുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ആ ദിവസം അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ അധ്വാനിച്ച് പണം സ്വരൂപിച്ച് ഒരു ബാങ്കിൽ ഇടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റായി ഒരു നിക്ഷേപമായി അത് കരുതി വെക്കുന്നു. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ദൈവത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപം ഈ ഭൂഖണ്ഡമല്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപം തന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങപ്പെട്ട വിശുദ്ധന്മാരാണ്. ദൈവം പറയുകയാണ്, ആ ദിവസം അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം, ഒരു അപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും. സ്തോത്രം. ഇതെല്ലാം ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും നമ്മുടെ വ്യത്യാസമാണ്. തീരുന്നില്ല. 4-ാം അധ്യായത്തിന്റെ പ്രാരംഭഭാഗം നമുക്കറിയാം. ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുമ്പോൾ, വേരും കൊമ്പും ശേഷിക്കാതെ സകലവും ദഹിച്ചു മാറുമ്പോൾ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ ചിറകിന്മേൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങൾ പശുത്തൊഴുത്തിലും പാല് കുടിച്ച് തിമിർപ്പോടെ വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാലും നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. ഒരു ഭാഗത്ത് ആളുകൾ വെണ്ണീറായി മരിച്ചു മാറുമ്പോൾ, മറുഭാഗത്ത് ഭക്തന്മാർ തുള്ളിച്ചാടുന്ന അനുഭവം. ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമല്ല, അത് ഫലമുള്ള ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യമാണല്ലോ നമ്മുടെ കുറുവാക്യം. ശേഖേം എന്ന ഒരു സ്ഥലത്ത് ഇസ്രായേൽ മക്കളെ മുഴുവൻ താൻ വിളിച്ചുകൂട്ടി. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത്, ശേഖേം എന്ന സ്ഥലത്ത് അദ്ദേഹം അവരെ എല്ലാം വിളിച്ചുകൂട്ടി. ഇതാ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. അതേ പദം ദാവീദും പറഞ്ഞിട്ടുണ്ട്. താൻ മരിപ്പാറായി എന്ന് തനിക്ക് ബോധ്യമായ വേളയിൽ ശേഖേം എന്ന ഒരു സ്ഥലത്ത് ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരോടായി നടത്തിയ സവിസ്തരമായ സന്ദേശമാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം. എന്തുകൊണ്ട് യോശുവ ഈ ജനത്തെ ശേഖേം എന്ന സ്ഥലത്ത് വിളിച്ചുകൂട്ടി? അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ അവർ ആയിരിക്കുന്നത് കനാൻ ദേശത്താണ്. ഈ കനാൻ ദേശം അവർക്ക് ദൈവം വാഗ്ദത്തമായി സ്വന്തമായി നൽകുമെന്ന് ദൈവം ആദ്യമായി പറഞ്ഞത്
ശേഖേം എന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. വായിക്കാൻ വേണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 6-7 വാക്യം. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. അടുത്തത് എവിടെയാണ് യാഗപീഠം പണിതത്? ശേഖേം എന്ന സ്ഥലത്ത്. എവിടെ വെച്ചാണ്? കനാൻ ദേശം അവർക്ക് കൈവശമാക്കി നൽകുമെന്ന് ദൈവം ആദ്യമായി അരുളി ചെയ്തത് ശേഖേം എന്ന സ്ഥലത്താണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ തന്നെ യോശുവ ഈ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചരിത്രപരമായ ചില കാര്യങ്ങൾ ഒന്ന് തൊട്ടുണർത്താൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശേഖേമിൽ വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. യഹൂദന്മാരുടെ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ പദ്ദൻഅരാമിൽ 20 വർഷം പാർത്തതിനു ശേഷം യാക്കോബ് മടങ്ങി വന്ന് ശേഖേം എന്ന സ്ഥലത്ത് അവൻ സമാധാനത്തോടെ ഒരു യാഗപീഠം പണിതു എന്ന് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 33-ന്റെ 18-ാം വാക്യം. ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. അടുത്തത് അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാം യാഗപീഠം പണിതു ശേഖേമിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പരദേശവാസം കഴിഞ്ഞു മടങ്ങി വന്ന യാക്കോബും യാഗപീഠം പണിതത് ശേഖേമിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോശുവയുടെ കാലത്ത് ആലയം നിലനിന്നിരുന്നത് ശേഖേമിലായിരുന്നില്ല. അവരിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള ശിലോവിലായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ പെട്ടകം ഇരുന്ന ശീലോവിലേക്ക് അവർ പോക പതിവായിരുന്നു. ഇപ്പോൾ യോശുവ ഈ ജനത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ട് ശീലോവിലേക്ക് പോയാൽ അവരോടൊരു നല്ല പ്രസംഗം പറയാനുള്ള വേദി അവിടെ കിട്ടുകയില്ല. അതുകൊണ്ട് താൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആളയച്ച് അവിടെ നിന്ന് ശിലോവിൽ നിന്ന് യാഗപീഠം ഇവിടേക്ക് കൊണ്ടുവന്നു. തെളിവുണ്ട് 26-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 24-16. 24-26. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലത്തിന് കീഴെ നാട്ടിയും വെച്ച് യോശുവ സകല ജനത്തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിശ്ചയിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ യോശുവ ജനത്തെ താന്താങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. അതിന്റെ ശേഷം യഹോവയുടെ ദാസനായ എന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിനരികെ എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ യാഗപീഠമാണ്. അത് അവിടേക്ക് കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കണം. പറഞ്ഞതിന്റെ ചുരുക്കം, ശേഖേമിൽ വെച്ചാണ് ദൈവം കനാൻ ദേശത്തെ കുറിച്ച് അബ്രഹാമിനോട് അരുളി ചെയ്തു. ആ ശേഖേമിൽ താൻ യാഗപീഠം പണിതു. പിന്നീട് അതേ സ്ഥലത്ത് തന്നെ യാക്കോബും യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ഇപ്പോൾ യാഗപീഠം ശിലോവിലാണ്. എന്നാൽ അവസാനത്തെ പ്രസംഗം നടത്തുവാൻ വേണ്ടി ആ യാഗപീഠം ശേഖേമിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് യോശുവ ജനത്തോട് സംസാരിക്കുന്നത്. വിശുദ്ധ മന്ദിരത്തിനരികെ വെറുതെ സംസാരിക്കുകയാണോ ചെയ്തത്? അല്ല. അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് യോശുവ സംസാരിക്കുന്നു. യോശുവയുടെ റോള് ഒരു ന്യായാധിപന്റെ റോളായിരുന്നു, ഒരു നേതാവിന്റെ റോളായിരുന്നു, ഒരു യോദ്ധാവിന്റെ നേതാവായിരുന്നു. എന്നാൽ അവസാനത്തെ സന്ദർഭത്തിൽ
ഭാവികാലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനത്തോട് സംസാരിക്കുമ്പോൾ യോശുവ ഒരു പ്രവാചകന്റെ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദൂത് പറയുകയാണ്. ഇനി ദൈവത്തിന്റെ ദൂത് പറയാൻ തുടങ്ങുന്ന യോശുവ പഴയ ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ ക്യാമ്പിന്റെ തീം എന്ന് പറയുന്നത് ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം ആരംഭിക്കുമ്പോൾ യോശുവ ആദ്യമായി എടുത്ത് ഉദാഹരിക്കുന്നത് അബ്രഹാമിനെയാണ്. രണ്ടാം വാക്യം, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യം. അപ്പോൾ യോശുവ സർവ്വജനത്തോട് പറഞ്ഞതെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് നദിക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. നദിക്കക്കരെ താമസിച്ച് നിങ്ങളുടെ പിതാവായ അബ്രഹാം, തേരഹും ഒക്കെ നാഹോരും ഒക്കെ അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ അങ്ങനെ അന്യദൈവങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിന്റെ ചരിത്രം തുടങ്ങുന്നത്. അത് ഒരു വഴിത്തിരിവിന്റെ അധ്യായമാണ്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ലോകത്താകമാനമായി ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ 12-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത് അവനിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ തുടങ്ങിയ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുവരെ നിലനിന്ന മാനുഷിക ഭരണയുഗം എന്നൊരു യുഗം അവസാനിപ്പിച്ച് വാഗ്ദത്ത യുഗം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അതൊരു വഴിത്തിരിവിന്റെ അധ്യായമാണ്. വേദപുസ്തക ചരിത്രത്തിൽ മാത്രമല്ല, അബ്രഹാമിന്റെ ജീവിതത്തിലും ഒരു വഴിത്തിരിവിന്റെ അധ്യായമായിരുന്നു. കൽദയ നാട്ടിലാണ് താൻ ജീവിച്ചിരുന്നത്. കൽദയരായ ആളുകൾ സൂര്യനെയും ചന്ദ്രനെയും വാർത്തുണ്ടാക്കിയതിന്റെ പ്രതിമകളെ നമസ്കരിക്കുന്നവരായിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ആ കാലഘട്ടത്തിലാണ് സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ച തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷത അബ്രഹാമിന് ലഭിക്കുന്നത്. അവൻ മെസൊപ്പൊട്ടോമിയയിൽ താമസിക്കുമ്പോഴാണ് അവൻ ഈ വെളിപ്പാട് കിട്ടിയതെന്ന് പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നു. മെസൊപ്പൊട്ടോമിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മെസോസ് പൊട്ടാമോസ്, നദികളുടെ നടുവിൽ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു മെസൊപ്പൊട്ടോമിയ. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന 2 നദികളുടെ നടുവിൽ ഉള്ള സ്ഥലമായിരുന്നു മെസൊപ്പൊട്ടോമിയ. ആ നദി കടന്നവനായതുകൊണ്ടാണ് നദി കടന്നവൻ എന്ന അർത്ഥത്തിൽ അവന് എബ്രായൻ എന്ന് പേര് വിളിച്ചത്. 2 നദികളുടെ നടുവിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒതുങ്ങിക്കിടന്നിരുന്ന, മക്കൾ പോലുമില്ലാതെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളോട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ആ നദി കടന്ന്, ആ ഗ്രാമം കടന്ന്, ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വിളി കേട്ട് വിഗ്രഹങ്ങളെ സേവിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് അവൻ ഇറങ്ങി തിരിച്ചു. അതാണ് ദൈവത്തെ സേവിപ്പാനിറങ്ങിയ ആദ്യത്തെ ഭക്തൻ. യഹൂദ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്തൻ. അപ്പോൾ നദിക്കക്കരെ വെച്ച് അവർ വിഗ്രഹത്തെ സേവിച്ചവരായിരുന്നു. അബ്രഹാമിനെ എടുത്ത് ഉദാഹരിക്കുന്നത് അല്ലേ? എന്നാൽ ഇവിടെ യോശുവ പറയുന്നത് ഞാനും എന്റെ കുടുംബമോ അബ്രഹാം ആരാധിച്ചു തുടങ്ങിയ ആ യഹോവയെ ഞങ്ങൾ ആരാധിക്കും. ഞാൻ 24-ാം അധ്യായം 15-ാം വാക്യത്തിന് ഒരു ചെറിയ വിശദീകരണം പറയട്ടെ. നമ്മുടെ ചിന്ത നാം തുടരുന്നതായിരിക്കും. വളരെ ആപ്തതയുള്ള വ്യക്തതയുള്ള ഒരു ആപ്തവാക്യമാണ് ഇവിടെ താൻ പറയുന്നത്. ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നോക്കുക, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ, അത് ഒരു ഐക്യതയുടെ ശബ്ദമാണ്. മനസ്സിലായോ? ഒരു യൂണിറ്റിയുടെ ശബ്ദമാണ് ഞാനും ഞങ്ങളും. അതിനകത്ത് വേർതിരിവില്ല.
വേറൊരാളുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ കുടുംബത്തിനകത്ത് ഒരു നല്ല ഐക്യതയുണ്ട്. കുടുംബജീവിതം ശക്തമായി തീരണമോ, ഒരു യൂണിറ്റി അതിനകത്ത് ഉണ്ടായേ മതിയാകുള്ളൂ. അവന്റെ കാര്യം എനിക്കറിയത്തില്ല, അയൽവക്കത്താൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിലയിരുത്താനും പോകുന്നില്ല. എനിക്ക് എന്റെ കാര്യം അറിയാം, എന്റെ കുടുംബത്തിന്റെ കാര്യം അറിയാം. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തമായ തീരുമാനം താൻ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ആ കുടുംബം തയ്യാറാകുകയാണ്, അല്ലെ? ഞാനും എന്റെ കുടുംബം എന്ന് പറയുമ്പോൾ താനൊരു തലവനായി നിന്നാണ് കാര്യം പറയുന്നത്. ഒരു കുടുംബം ഭദ്രമാകണമെങ്കിൽ ഒരു ലീഡർഷിപ്പ് അതിനുണ്ടാകും. ഭർത്താവിന് ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഒരുപക്ഷെ ഭർത്താവിനേക്കാൾ കഴിവുണ്ടായിരുന്നേക്കാം, പക്ഷേ ദൈവം ആ കുടുംബത്തിന്റെ തലവനാക്കി വെച്ചിരിക്കുന്നത് ഭർത്താവിനെയാണ്. ആ നേതൃത്വം അംഗീകരിക്കുന്ന കുടുംബങ്ങൾ എവിടെയും അനുഗ്രഹിക്കപ്പെടാനിടയായി. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് ഒരു പ്രഖ്യാപനമാണ്, അതൊരു ഡിക്ലറേഷനാണ്, അല്ലേ? ആമേൻ. യാതൊരു ചഞ്ചലിപ്പുമില്ലാത്ത ഒരു പ്രഖ്യാപനം താൻ അവിടെ നടത്തുകയാണ്. ഇനി ആ പദത്തിന് മറ്റൊരർത്ഥം, ആ കുടുംബം ആത്മീയതയ്ക്ക് എത്രമാത്രം എംഫസൈസിങ് നൽകിയിരുന്നു എന്ന് നാം ശ്രദ്ധിക്കണം. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പൊ ദൈവത്തെ സേവിക്കുന്നതിന്, ആത്മീയമായ കാര്യങ്ങൾക്ക് ആ കുടുംബം എത്രമാത്രം പ്രാധാന്യത നൽകിയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. സാധാരണ കല്യാണ പ്രസംഗത്തിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, the family prays together, stays together. അപ്പോൾ ആത്മീയ കാര്യത്തിന് വളരെ മുൻതൂക്കം നൽകുന്ന ഒരു കുടുംബമായിരുന്നു യോശുവയുടേത് എന്ന് നമുക്ക് കാണാൻ കഴിയും. താൻ ഉറപ്പോടെ പറയുകയാണ്, വേറെ ആരുടെയും കാര്യം എനിക്കറിയില്ല, ഇവിടെ പിടിച്ചുകെട്ടില്ല, നിങ്ങൾക്ക് വേണം തിരിച്ചു പോകാം. അക്കരെ പിതാക്കന്മാരെ സേവിച്ച് ദൈവത്തെ സേവിക്കാൻ വേണമെങ്കിൽ പോകാം, അമോര്യരുടെയൊക്കെ ദൈവനെ സേവിക്കാൻ വേണമെങ്കിൽ പോകാം. പക്ഷെ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം പറയാം, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയോട് ചോദിക്കാം, യോശുവയെ നീ ഇത്ര ഉറപ്പുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ, നീയും നിന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന്. അതിനെന്താ ഇത്ര കാരണം? എന്താ ഇതിന്റെ ഇത്ര ഉറപ്പോടെ പറയാനുള്ള കാരണം? ഒത്തിരി കാരണമുണ്ട്. ഞാൻ സന്ദർഭോചിതമായ ചില ചിന്തകൾ മാത്രം പറയുന്നു. സ്തോത്രം. യോശുവയെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ചിന്ത, നൂന്റെ മകനായ യോശുവയോ കൂടാരം വിട്ടുപിരിയാതിരുന്നു. സമാഗമന കൂടാരം വിട്ടുപിരിയാതെ നിന്നിരുന്ന ആ ഭക്തൻ ദൈവത്തിന്റെ ഒരുപാട് പ്രവർത്തികൾ അവൻ നേരിൽ കണ്ടിട്ടുണ്ട്. 24-ാം അധ്യായത്തിൽ തന്നെ താൻ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ദൈവത്തിന്റെ 3 അത്ഭുതങ്ങൾ അതിനു മുമ്പ് വിവരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നോക്കിയാലും 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. പിന്നെ ഞാൻ മോശെയും അഹരോനെയും അയച്ചു, മിസ്രയീമിൽ പ്രവർത്തിച്ച പ്രവർത്തികളാൽ അതിനെ ബാധിച്ചു. അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അപ്പോൾ 3 സംഭവങ്ങൾ. ഒന്ന് മിസ്രയീമിൽ നടന്ന സംഭവമാണ്, 2 ചെങ്കടലിൽ നടന്ന സംഭവമാണ്, 3 കനാൻ നാട്ടിൽ നടന്ന സംഭവമാണ്. 3 സംഭവങ്ങൾ ഉദാഹരിച്ചതിന് ശേഷമാണ് ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറയുന്നു. ഒന്നാമത്തെ സംഭവം മിസ്രയീമിൽ നടന്ന. മിസ്രയീമിൽ 10 ബാധകൾ ഉണ്ടായി. ബാധകളൊക്കെ നമുക്കറിയാം, അല്ലെ? തവള, പേയ്ന്ന, അഴിച്ച എന്നൊക്കെ പറയുന്ന ബാധകൾ. പക്ഷേ ആ ബാധകളൊക്കെ സംഭവിച്ചപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, എന്നാൽ ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്ന ഗോശൻ ദേശത്ത് മാത്രം ബാധകൾ ഉണ്ടായില്ല. തവള നാടെല്ലാം പെരുകിയപ്പോൾ, പേൻ അവിടെല്ലാം കയറി വന്നപ്പോൾ, വെട്ടുക്കിളി അവിടെല്ലാം എത്തി നോക്കി ഉള്ളതെല്ലാം മുടിച്ചു കളഞ്ഞപ്പോൾ, എന്നാൽ ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്ന ഗോശൻ ദേശത്ത് മാത്രം ബാധ ഉണ്ടായില്ല. തിരുവെഴുത്തിന് പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. കടിഞ്ഞൂത്സവം നടന്നു, അല്ലെ? കുഞ്ഞാടിന്റെ ചോര എടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടിയിരുന്ന ഒരു വീട്ടിലും മരണദൂതൻ പ്രവേശിച്ചില്ല. ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ആ ബാധ സംഭവിച്ചപ്പോൾ യോശുവയ്ക്ക് മനസ്സിലായി, അതെ, ദൈവത്തെ സേവിച്ചാൽ ഒരു ഫലമുണ്ട്.
ദൈവം നിന്റെയും നിനക്കുള്ളതിനെയും പരിപാലിക്കാനിടയായിത്തീരും. ആമേൻ. ദൈവത്തിന്റെ സംരക്ഷണം നിന്റെ തലമുറകൾക്ക് ലഭിക്കാനിടയായിത്തീരും. ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമല്ല. അവന്റെ മുമ്പാകെ കറപ്പുടുത്ത് നടക്കുന്നത് വ്യർത്ഥമല്ല. 10 ബാധകൾ അവിടെ സംഭവിച്ചപ്പോൾ ആ ബാധയൊന്നും ഇസ്രായേലിലേക്ക് സംഭവിച്ചില്ല. ഒരു ഉദാഹരണം നോക്കണം. UK-യിൽ മുഴുവൻ കൂരിരുട്ടായിരുന്നു, കറണ്ടില്ലായിരുന്നു. 3 ദിവസത്തേക്ക് കറണ്ടില്ലായിരുന്നു. ഒരു ബാധയാണല്ലോ കൂരിരുട്ട്, അല്ലേ? UK-യിൽ മുഴുവൻ 3 ദിവസത്തേക്ക് കൂരിരുട്ടായിരുന്നു, വൈദ്യുതി ഇല്ലായിരുന്നു. എന്നാൽ ബെറിയിൽ മാത്രം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിക്കും, ആഹാ, അപ്പം ബെറി UK-യിൽ പെട്ടതല്ലോ. മിസ്രയീം ദേശത്താകമാനം 3 ദിവസം കൂരിരുട്ടുണ്ടായി. അടുത്ത പദം. എന്നാൽ ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്ന ഗോശൻ ദേശത്ത് മാത്രം പ്രകാശമുണ്ടായിരുന്നു. സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ആകട്ടെ, ആ രാജ്യത്താകമാനമോ ബാധ വന്നപ്പോൾ ആ രാജ്യത്തിൽ തന്നെപ്പെട്ട ഒരു ഗ്രാമത്ത് മാത്രം അത് വരാതിരുന്നത് ഉടയവന്റെ കരുണയല്ലേ? ദൈവത്തിന്റെ വലിയ അത്ഭുതമല്ലേ? ആ അത്ഭുതം ചൂണ്ടിക്കാണിച്ചിട്ടാണ് യോശുവ പറയുന്നത്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ദർശിച്ചവനാ. രണ്ടാമത്തെ ചിന്ത, അതിന്റെ 7-ാമത്തെ വാക്യം. യോശുവ പുസ്തകം 24:7. രണ്ടാമത്തെ സംഭവം, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ യോശുവയെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ സംഭവം ചെങ്കടലിൽ വെച്ച് താൻ കണ്ട ഒരു മഹാത്ഭുതമാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ പോയത് പട്ടാപ്പകലല്ല, കൂരിരുട്ട് നിറഞ്ഞ ഒരു രാത്രിയിലായിരുന്നു. സന്ധ്യാസമയത്ത് അവർ തല ഉയർത്തി നോക്കി, ഫറവോനും സൈന്യവും പിന്നാലെ വരുന്നത് കണ്ടു. അത് കണ്ടിട്ടാണ് അവർ നിലവിളിച്ചത്. മോശ ദൈവാലോചന പറഞ്ഞു, ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. ഒന്നാമത്തെ കാഴ്ച പേടിപ്പെടുത്തുന്നതാണെങ്കിൽ മുമ്പിൽ വേറൊരു കാഴ്ച, യഹോവ ഇന്ന് നിങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. തിരിഞ്ഞു നോക്കിയാൽ ഭീതിയുടെ ദർശനമാ, മുമ്പിൽ നോക്കിയാൽ തമ്പുരാൻ പാത തുറക്കുന്ന അനുഗ്രഹത്തിന്റെ ദർശനം കാണാം. മോശ എന്ന ദൈവമനുഷ്യൻ ദൈവാജ്ഞ പ്രകാരം വടി നീട്ടി. ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ നിങ്ങൾ കടന്നു പോകും. സ്തോത്രം. ദൈവം ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു, കടൽ രണ്ടായി പിളർന്നു മാറി. ആ കടലിനകത്തുകൂടെ ദൈവം അവരെ നടത്തുമ്പോൾ ഒരു ഉണങ്ങിയ നിലത്തുകൂടെയാണ് നടത്തിയത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ ചിന്തയിൽ ഓർത്ത് നോക്കണം. ഒരു ആറോ തോടോ പെട്ടെന്ന് വറ്റിയാൽ തീർച്ചയായും അവിടെ കുറെ ചെളിയും ചേറും എക്കലിലും ഒക്കെ കാണും. പക്ഷെ തമ്പുരാൻ നടത്തിയ വഴി, യഹോവയുടെ വഴി തികവുള്ളത്. ദൈവം വഴി ഒരുക്കിയപ്പോൾ അവിടെ ചെളിയില്ല, അവിടെ ചേറിലില്ല, അവിടെ എക്കലില്ല. തമ്പുരാൻ ഒരുക്കിയ വഴി ഉണങ്ങിയ നിലമായിരുന്നു. എന്തുകൊണ്ട് ദൈവം അവർക്ക് ഉണങ്ങിയ നിലം ഒരുക്കി കൊടുത്തു? ഒറ്റ മറുപടിയേ ഉള്ളൂ. പണ്ടിവർ മിസ്രമിൽ ചെളി ചവിട്ടി ഇഷ്ടിക ചൂളയിൽ പണി ചെയ്തുകൊണ്ടിരുന്നവരാ. ആ ചെളിയിൽ നിന്ന് കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞപ്പോൾ ദൈവം അവരെ സ്വതന്ത്രമാക്കി കഴിഞ്ഞു. ഇനി ഒരിക്കലും തമ്പുരാൻ ആ ചെളിയിലൂടെ അവരെ തിരിച്ചു നടത്തില്ല. ദൈവം ഒരുക്കിയ വഴി ഉണങ്ങിയ നിലമായിരുന്നു. 2 പ്രകാശം, അത്ഭുത പ്രകാശം അവരുടെ യാത്രയ്ക്ക് വേണ്ടി ദൈവം പെട്ടെന്ന് തയ്യാർ ചെയ്തു. ഒന്ന്, ഒരു പ്രകാശം പുറകിൽ വന്നിരുന്ന് മുൻപോട്ട് ലൈറ്റ് അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. മറ്റൊന്ന്, ആ ജലമതിലിനു മീതെ ഒരു കൂടാരം പോലെ ഷെക്കൈന വന്നിന്ന് താഴേക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരുന്നു. ജനം അതിനകത്തുകൂടെ കടന്നു പോവുകയാണ്. ജനമെല്ലാം നടന്നക്കരെ കയറുന്നത് വരെയും ദൈവം നിശബ്ദമായിരുന്നു. ഫറവോനും സൈന്യവും അവരെ പിൻഗമിക്കുകയാണ്. ഫറവോനും സൈന്യവും കടലിന്റെ നടുവിലെത്തി എന്ന് ബോധ്യമാകുന്നത് വരെ സ്വർഗം മൗനമായിരുന്നു. ദൈവത്തിന്റെ പൈതലെ, നിന്നെ പിൻഗമിക്കുന്ന ശത്രുവിനെ ദൈവം കാണാഞ്ഞിട്ടല്ല, ദൈവം കുറച്ചു നേരം കൂടെ മൗനമായി നിൽക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ നീ കാണാത്ത ചില പദ്ധതികളുണ്ട്. ജനം മുഴുവൻ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ
ദൈവം മോശയോട് പറഞ്ഞു, മോശെ വടി തിരിച്ചു നീട്ട്. ആ യാത്ര തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 24-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 14-24 വാക്യം നമ്മിങ്ങനെ വായിക്കുന്നത്, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നുകൊണ്ട് മിസ്രൈമ്യ സൈന്യത്തെ ഒന്ന് നോക്കി രഥം തെറ്റിച്ചു, ഓട്ടം താറുമാറാക്കി. എല്ലായ്പ്പോഴും ശത്രു നിന്നെ പിൻഗമിപ്പാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ മക്കൾ ഒരു 4-ാം യാമമുള്ളതോർത്ത് നന്ദിയോടെ ഭക്തന്മാർ ദൈവത്തെ സ്തുതിക്കട്ടെ. 4-ാം യാമത്തിൽ യഹോവ ഒന്ന് നോക്കിയതേ ഉള്ളൂ, ആ രഥം മുഴുവൻ തെറ്റാൻ തുടങ്ങി. ട്രാഫിക് ജാം എന്ന് പറയുന്ന കാര്യം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ദൈവം ഒരുക്കിയ വഴിയിലേക്ക് ഓടി ഇറങ്ങിയിരിക്കുന്നത് മിസ്രൈമിലെ 300 വിശേഷ രഥങ്ങളും ബാക്കി രഥങ്ങളും ഒക്കെയാ. 300-ലധികം വണ്ടികൾ ഒന്നിച്ചോടി ഇറങ്ങി. തമ്പുരാൻ നോക്കിയപ്പോൾ ആ രഥം തെറ്റി, ഒറ്റ വീലും മുന്നോട്ട് ചലിക്കുന്നില്ല. ഡ്രൈവർമാർ കുതിരകളെ അടിച്ചു നോക്കി, അവർ ഇറങ്ങി നോക്കി, നട്ടുപോയതാണോ ബോട്ട് പോയതാണോ എന്ന് ഉണങ്ങിയ നിലമായിട്ടും ഈ വണ്ടിയുടെ വീല് കറങ്ങുന്നില്ല. ഇതുവരെ ഉരുണ്ടു വന്ന വണ്ടിയുടെ വീല് എന്തേ കറങ്ങാത്തത്? ആ ഡ്രൈവർമാർ പറഞ്ഞൊരു സാക്ഷ്യം തിരുവെഴുത്തിലുണ്ട്. അതെങ്ങനെയാ? വരുവീൻ, നമുക്ക് ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി നമ്മോട് യുദ്ധം ചെയ്യുന്നു. ഏത് വണ്ടിയുടെയും ഓട്ടം തെറ്റും. മനസ്സിലായോ? എത്ര നല്ല വണ്ടിയുടെയും ഓട്ടം തെറ്റും. യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമാണ്. എന്നാൽ ഉടയവന്റെ കരം നിനക്ക് അനുകൂലമാണെങ്കിൽ ദൈവം നിന്റെ വാഹനത്തെ നിയന്ത്രിപ്പാനും വിശ്വസ്തൻ. ജനം കടന്നു കയറി കഴിഞ്ഞു. വടി തിരിച്ചു നീട്ടി. മതിലായി നിന്ന ജലം ആ ജനത്തിന് മേൽ വീണു. അവർ മുങ്ങിച്ചാകേണ്ടി വന്നു. നീല നദിയിൽ ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞത് തമ്പുരാൻ കുറിച്ചു വെച്ചിരുന്നു. യഹോവയുടെ നാമത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ മുമ്പാകെ ഒരു സ്മരണയുടെ പുസ്തകം കുറിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ നീല നദിയിൽ വലിച്ചെറിയുമ്പോൾ തമ്പുരാൻ കുറിച്ചു വെച്ചിരുന്നു, ഇസ്രായേൽ എന്റെ ആദ്യജാതൻ, എന്റെ ആദ്യജാതനെ ആരാധിക്കാൻ വിട്ടയക്കുന്നില്ലെങ്കിൽ എന്റെ ബലമുള്ള ഭുജം നിന്റെ നടുവിൽ വെളിപ്പെടും. അങ്ങനെ ചെങ്കടലിൽ ദൈവജനത്തെ അത്ഭുതകരമായി നടത്തിയ വിധം വിവരിച്ചിട്ടാണ് യോശുവ പറയുന്നത്, ഞാനത് കണ്ടതാ. സ്തോത്രം, ഞാനത് നേരിൽ കണ്ടതാ. അവയെ എനിക്ക് എന്റെ ദൈവത്തെ മറക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യോശുവയുടെ ആപ്തവാക്യത്തിന്റെ ആ തീരുമാനത്തിന്റെ ഒരു കാരണം അവിടെ പറഞ്ഞ് ഞാൻ ഈ വാക്കിപ്പോൾ അവസാനിപ്പിക്കും. ഈ ചിന്ത നമ്മൾ അടുത്തൊരു സെക്ഷനിൽ തുടരുന്നതായിരിക്കും. ദൈവമേ സഹായിക്കട്ടെ. അതിന്റെ 18-ാമത്തെ വാക്യം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നത്? ദൈവം കനാനിൽ പാർത്തിരുന്ന 7 ബലമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞത് യോശുവ കണ്ടു. സ്തോത്രം. യോശുവയുടെ നേതൃത്വത്തിലാണ് ദേശം കൈവശമാക്കിയത്. സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ദേശം കൈവശമാക്കിയത്, വാളുകൊണ്ടല്ല അവർ വിജയം നേടിയത്. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല, സൈന്യബഹുത്വത്താൽ രാജാവ് രക്ഷ പ്രാപിക്കുന്നില്ല. അമോര്യർ, പെരിസ്യർ, ഹിബ്യർ, യെബൂസ്യർ, ഹിത്യർ തുടങ്ങിയ 7 ബലമുള്ള ജാതികളെ നീക്കിക്കളയാൻ കാരണം ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ടാണ്. അവരെക്കാൾ പെരുപ്പമുള്ള, അവരെക്കാൾ സൈനിക ശേഷിയുള്ള, അവരെക്കാൾ സ്വാധീനതയുള്ള, അവരെക്കാൾ ദേശത്തിന്റെ വിവിധ സ്ഥലങ്ങൾ അറിയാവുന്ന ആ ജനതകൾ കേവലം ഇല്ലാതാകാൻ കാരണം ദൈവത്തിന്റെ കരം യഹൂദന് അനുകൂലമായിരുന്നത് കൊണ്ട് മാത്രമാണ്. എന്നിട്ടാണ് യോശുവ പറയുന്നത്, ആകയാൽ ഞാനും എന്റെ കുടുംബവും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ജനത്തിന് മുമ്പാകെയാണ് യോശുവ ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളുടെ ഭവ്യസ്ഥ. ആ യോശുവയുടെ ഒറ്റയ്ക്കുള്ള ഉറപ്പുള്ള ആ പ്രഖ്യാപനം ഉളവാക്കിയ
പരിണിത ഫലം കൂടെ ശ്രദ്ധിക്കണം. അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഒന്നായി വായിച്ചു കിട്ടാൻ പെട്ടെന്ന്. ആണോ, നീ ഒരുത്തൻ ഒറ്റയ്ക്കാണെങ്കിലും ഇന്ന് വിശ്വാസത്തിൽ ഉറപ്പോടെ നിന്റെ തീരുമാനം വിളിച്ചു പറഞ്ഞാൽ നാളെ ആമേൻ നിന്റെ കൂട്ടുകാർ പലരും നിന്റെ സന്നിധിയിലേക്ക് ചേരും. നീ ഒരാടി ഒഴിയുന്നവനാണെങ്കിൽ ഒരിക്കലും നിന്റെ കേൾവിക്കാരെയോ നിന്റെ കുടുംബക്കാരെയോ കർത്താവിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് പറ്റില്ല. മനസ്സിലായോ? സ്വതന്ത്രം യോശുവ വളരെ ഉറപ്പോടെ അവന്റെ തീരുമാനം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആ പ്രസംഗത്തിന്റെ ഒടുവിൽ ജനം പറഞ്ഞത്, അതെ ഞങ്ങളും യഹോവയെ സേവിക്കും. വാക്യം 22. നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അമേ, നിങ്ങൾ തന്നെയാണ് ഇതിന്റെ സാക്ഷി എന്ന് പറഞ്ഞപ്പോ അല്ല പാസ്റ്ററുടെ സാക്ഷിയാണെന്ന് പറഞ്ഞില്ല, യോശുവയുടെ സാക്ഷിയാണെന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് സാക്ഷി, ഞങ്ങളതൊക്കെ കണ്ടിട്ടുള്ളതാ. പാസ്റ്റർ ഒന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റത്. 31 വാക്യം. യോശുവയുടെ കാലത്തൊക്കെ യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെ ഇസ്രായേൽ യഹോവയെ സേവിച്ചു. സ്തോത്രം. ആ പ്രഖ്യാപനത്തിന് ഫലം നോക്കിക്കേ, തലമുറകളിലേക്ക് നീളുകയാണ്. യോശുവയുടെ കാലം കഴിഞ്ഞിട്ടും ആമേൻ താൻ ഒരിക്കൽ നടത്തിയ പ്രഖ്യാപനത്തിന്റെ ഫലമെന്ന വണ്ണം പിതാക്കന്മാർ അവരുടെ തലമുറകളും യഹോവയെ സേവിച്ചു. സഹോദരങ്ങളെ, ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഏകരായിട്ടായിരിക്കാം വിശ്വാസത്തിലുള്ളത്. ഉള്ള അറിഞ്ഞ ആത്മിക സത്യത്തിൽ ഉറച്ചു നിൽക്കണം. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. ആരെല്ലാം പദവി പോയാലും ആരെല്ലാം പിന്മാറിപ്പോയാലും ഞാൻ മാറുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുള്ളവല്ല. നിങ്ങളിൽ പലർക്കും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, കൃപയാൽ എനിക്കും പറയാനുണ്ട്. ദൈവത്തിൻ്റെ ഒരുപാട് പ്രവർത്തികൾ ഞാനും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇല്ലേ? തിരിഞ്ഞു നോക്കിക്കേ, എത്ര എത്ര അത്ഭുതങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എത്ര എത്ര അതിശയങ്ങൾ. ഇല്ലേ? ആരും സഹായിക്കാനില്ലാത്ത രംഗത്ത് ദൈവം നിനക്ക് തുണയായി വന്നിട്ടുണ്ട്. ആരും നിനക്ക് വേണ്ടി വാദിക്കാനില്ലാത്ത രംഗത്ത് ദൈവം നിന്റെ വ്യവഹാരം നടത്തിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഇവിടെ ആരുമില്ലാതിരുന്ന രംഗത്ത് ഉടയവൻ നിനക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ആഹാരമില്ലാതിരുന്ന വേളയിൽ തമ്പുരാൻ നിനക്ക് ആഹാരം നൽകിയിട്ടുണ്ട്. ഒരു നല്ല വസ്ത്രം ധരിക്കാൻ കൊതിച്ച വേളയിൽ തമ്പുരാൻ നിനക്ക് തൃപ്തിയായി വസ്ത്രം നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയ നന്മകളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അവൻ ആരൊക്കെ പിന്മാറി പോകട്ടെ, അറിഞ്ഞ ആത്മിക സത്യത്തിൽ നിന്ന് ആരൊക്കെ വികലമായി വ്യതിചലിക്കട്ടെ, നീ നിന്റെ തീരുമാനം വിളിച്ചു പറയണം, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. കരം ഉയർത്തി പിടിച്ചാൽ പറഞ്ഞാട്ട്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. പതറുകയില്ല, പിന്മാറുകയില്ല. ആയുസിന്റെ അവസാനം വരെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി അടിപതറാതെ ഞാൻ നിൽക്കുമെന്ന് പറയാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടത അനവധി വന്നിടിലോ, എൻ കാന്തൻ കാത്തിടോ, എൻ പ്രിയൻ പോറ്റിടോ, എന്നാടൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടോ, എൻ പ്രിയൻ പോറ്റിടോ, എന്നാടൻ നടത്തിടും അന്ത്യം വരെ. കോട്ടിലെ വെള്ളം പറ്റിയാലോ കാക്കയും പരതോ, കോട്ടിലെ വെള്ളം പറ്റിയാലോ കാക്കയും പരതോ, സാരാധി ഏകാതെ പൂജ
കർത്താവിൻ്റെ വിശുദ്ധ നാമം പിന്നെ സ്തുതിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു: അപ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ വലിയ അത്ഭുതങ്ങൾ, മഹാപ്രവർത്തികൾ ഒരിക്കൽ മാത്രം കണ്ട് അത് ആയുഷ്കാലം മുഴുവൻ അയവിറക്കി അതിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതില്ല. ദൈവം ചെയ്തത് വിസ്മരിക്കാതിരിക്കുന്നത് നല്ല കാര്യമാണ്, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ പണ്ടത്തെ ഒരു കഥയും പറഞ്ഞുകൊണ്ട് നാം ജീവിതകാലം മുഴുവൻ തുടരണമെന്നില്ല. പിന്നെയും ദൈവത്തിൻ്റെ പുതുപുത്തൻ പ്രവൃത്തികൾ കാണാൻ കർത്താവ് കൃപയാൽ നമുക്ക് അവസരം കനിഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് ആ വാക്യം പറയുന്നത്: ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വീണ്ടും കാണും. എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ ഈ വ്യത്യാസം അവർ അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങളിൽ അവർ ചെയ്ത 2 പ്രവൃത്തികളാണ് വായിക്കുന്നത്. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി സിംഹങ്ങളുടെ വായി അടച്ചു. 2 കാര്യം. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി സിംഹങ്ങളുടെ വായി അടച്ചു. അവരുടെ ജീവിതത്തിൽ അനേക പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. പ്രസക്തമായ 3 പരിശോധനകളെ കുറിച്ചാണ് ദാനിയേൽ പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്. ഒന്നാമത് ആഹാര സംബന്ധമായ വിഷയമാണ്. രണ്ടാമത് ആരാധന സംബന്ധിയായ വിഷയമായിരുന്നു, അല്ലേ? അതൊന്ന് വിഗ്രഹത്തോടുള്ള ബന്ധത്തിലും മറ്റൊന്ന് മനുഷ്യനോടുള്ള ബന്ധത്തിലും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒരാളെടുത്ത് വായിക്കാമോ? നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുക, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. യഹോവയെ സേവിക്കുക. അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുക, അങ്ങനെയെങ്കിൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. സ്തോത്രം. ശദ്രക, മേശക, അബേദ്നെഗോ അവര് ബാബിലോണിൽ എത്തിയപ്പോൾ അവർക്ക് വിശേഷമായ ആഹാരം ഭക്ഷിപ്പാൻ കൊടുത്തു. ഒരു ദിവസം അവർ ഭക്ഷണശാലയിൽ ചെന്നപ്പോൾ അവരുടെ വിശ്വാസത്തിന് വിരോധമായ പലതും ഭക്ഷണമേശയിൽ കണ്ടു. ഒരുപക്ഷെ ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്ന ന്യായപ്രമാണം വിലക്കിയിരിക്കുന്നതോ ശ്വാസം മുട്ടിച്ചത്തതോ വിഗ്രഹാർപ്പിതമോ ആയ ഏതെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ മേശയിൽ ഉണ്ടായിരുന്നേക്കാം. അവര് മെസ്സ് നടത്തുന്ന അഷ്പനേശ്വരനോടും മെൽസസറിനോടും ഒക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യുക: 10 ദിവസത്തേക്ക് ഞങ്ങളെ പരിശോധിക്കുക, ശാഖപദാർത്ഥം ഞങ്ങൾക്ക് തരിക. നമുക്ക് ആ സംഭവങ്ങൾ അറിയാമല്ലോ. രാജകീയമായ ശ്രേഷ്ഠമായ നല്ല ഭോജനം ഭക്ഷിച്ചവരെക്കാൾ കേവലം എന്ന് പറയുന്ന ശാഖപദാർത്ഥം ഭക്ഷിച്ചവരുടെ മുഖത്തിന് 10 ദിവസത്തിന് ശേഷം ഓജസ്സും തേജസ്സും ഉണ്ടായിരുന്നു. ആ വചനം, ദൈവത്തിന്റെ വചനം, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുക, അങ്ങനെയെങ്കിൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. രണ്ടാമത്തെ അവർക്കുണ്ടായ പ്രതിസന്ധി തീച്ചുളയിൽ അവരെ വലിച്ചെറിയുന്ന ആ കാര്യമാണ്. ദൂരാസമഭൂമിയിൽ 60 മുഴം ഉയരത്തിൽ 6 മുഴം വീതിയിൽ സ്വർണ്ണ നിർബന്ധമായ ഒരു വിഗ്രഹത്തെ നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കി വെച്ചു. ആ സമഭൂമിയിൽ നിർത്തിയത് എല്ലാവരും കാണാനും ആ സ്വർണത്തിന്റെ തിളക്കവും തന്റെ പണത്തിന്റെ പ്രതാപവും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. 6 വിധ നാദഭേദങ്ങൾ അവിടെ മുഴക്കുകയുണ്ടായി. കുഴൽ, തമ്പുരു, വീണ, നാഗസ്വരം എന്നിങ്ങനെയുള്ള 6 വിധ സംഗീതോപകരണങ്ങൾ വീട്ടുന്ന വേളയിൽ എല്ലാവരും അതിനെ മുട്ടുകുത്തി നമസ്കരിക്കണമെന്നായിരുന്നു രാജകൽപ്പന. ആരെങ്കിലും അങ്ങനെ ആ വിഗ്രഹത്തെ നമസ്കരിക്കാതിരുന്നാൽ അവരെ എരിയുന്ന തീച്ചുളയിൽ വലിച്ചെറിയുമെന്നായിരുന്നു കൽപ്പന. ആ ബാൻഡുമേളം മുഴക്കി
എല്ലാ കുട്ടികളും മടങ്ങിയെങ്കിലും 3 പേർ മാത്രം അതിനു മുമ്പാകെ മുഴങ്ങാൻ മടക്കിയില്ല. രാജശ്രദ്ധയിൽ അവരെ പെട്ടു. അവരെ കൊണ്ടുവന്ന് ചെറുപ്പക്കാരായതുകൊണ്ട് രാജാവ് ദയ തോന്നി അവർക്ക് ഒരു അവസരം കൂടെ കൊടുത്തു. അവരോട് പറഞ്ഞു, രണ്ടാമതൊരു കൂടി ഈ 6 ശബ്ദം കേൾപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ പിന്തിരിയണം, അല്ലെങ്കിൽ ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടുവാനും അവരെ ജീവനോട് അതിലെറിയുവാനും കൽപ്പിച്ചു. അവരുടെ മറുപടി, രാജാവെ 2 അല്ല 2000 വട്ടം മുഴക്കിയാലും 6 അല്ല 60,000 സംഗീതവർണ്ണം കൊണ്ടൊന്ന് മുഴക്കിയാലും ചൂളയുടെ ചൂട് 7 അല്ല അതിലേറെ കൂട്ടിയാലും ഞങ്ങൾക്കിതിൽ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ തീരുമാനം ഉറപ്പുള്ളതാണ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഉറപ്പുള്ള ആ തീരുമാനം അവർ വിളിച്ചു പറഞ്ഞു. അടുത്തത്, അല്ലെങ്കിലും തീയിൽ കരിഞ്ഞൊരു പിടി ചാരമാവാനാണ് ഞങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതിയെങ്കിലും അതിന് ഞങ്ങൾ സന്മനസ്സാണ്. അങ്ങനെ കരിയേണ്ടി വന്നാൽ പോലും ഞങ്ങൾ രാജാവ് നിർത്തി വിഗ്രഹത്തെ നമസ്കരിക്കുക. സ്വർഗത്തിലെ ദൈവം ഒരു കാലത്തും ക്ഷമിക്കാത്തതും ബൈബിൾ വളരെ വിരോധിക്കുന്നതുമായ ഒരു പാപമാണ് വിഗ്രഹാരാധന. അങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കാതിരുന്നതിന്റെ പേരിൽ ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടുകയും അവരെ അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. കർശനമായ കൽപ്പനയായിരുന്നത് കൊണ്ട് അവരെ അടുത്ത് കൊണ്ടുപോയി തീയിലിടേണ്ടത് ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ കയ്യും കാലും കെട്ടി അതിൽ കൊണ്ടിടാൻ പോയ ബലശാലികളായ മനുഷ്യർ തീയുടെ ജ്വാല തട്ടിയപ്പോഴേക്കും കരിഞ്ഞുപോയി. പക്ഷെ തീയിൽ വീണവർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് തീയുടെ മണം പോലും തട്ടിയില്ല. അവരുടെ തലമുടി കരിഞ്ഞില്ല. വസ്ത്രത്തിന്റെ നൂലും കരിഞ്ഞില്ല. ഒരു വസ്ത്രത്തിന്റെ നൂലിന്റെ കനം നമുക്കറിയാം, തീരെ ചെറുതാണ്. പക്ഷേ അവരുടെ കയ്യിലും കാലിലും കെട്ടിയിരുന്ന കയറിന് വടത്തിന് ആ നൂലിനേക്കാൾ എത്രയോ കട്ടിയുണ്ടായിരുന്നു. തിരുവെഴുത്ത് പറയുന്നു, കയ്യിലും കാലിലും കെട്ടിയ ആ വടങ്ങൾ കരിഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നൂലിഴ കരിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ചൂട് കുറവായിട്ടല്ലോ, ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടിയിരുന്നില്ലേ? ബലശാലികളായ മനുഷ്യർ അതിന്റെ ജ്വാല തട്ടിയപ്പോൾ കരിഞ്ഞില്ലേ? അവരെ കെട്ടിയിരുന്ന കയ്യും കാലിലുമുള്ള ആ വടങ്ങൾ തീയിൽ കരിഞ്ഞില്ലേ? എന്നിട്ടെന്തേ നൂലിന്റെ കരിയാതിരുന്നത്? യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. 2-ാമത്തെ വാക്യം, തീയിലൂടെ നടന്നാൽ നീ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കും. തീയിലൂടെ നടന്നാൽ നീ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. ഇനി ഇവരുടെ വശത്തെ ഒരു പ്രതികരണം എന്തായിരുന്നു? അവർ പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ തീച്ചൂളയിൽ വിടുവിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ്? വിശ്വാസത്താൽ അവർ തീയുടെ മേലെ കെടുത്തി. രാജാവ് പറഞ്ഞൊരു വാക്ക്, 3 പുരുഷന്മാരെയല്ലേ നമ്മൾ തീയിലിട്ടത്, 4-മത് ഒരുവനോട് അവരോടുകൂടെ നടക്കുന്നു, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ശോഭിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, ജീവിതത്തിന്റെ വലിയ അഗ്നിശോധനയുടെ നടുവിലാണ് കർത്താവിന്റെ സജീവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവം നമുക്ക് സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ലോകം കാണാത്ത ഒരുവൻ നമ്മുടെ മഹാപ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടുകൂടെ നടക്കുവാനിടയാവുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവരുടെ കയ്യും കാലും കെട്ടിയവരുടെയും തീയിൽ ഇട്ടവരുടെയും ലക്ഷ്യം, താല്പര്യവും അവർ തീയിൽ തന്നെ കിടക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ അവർ കണ്ടൊരു കാഴ്ച, അവർ കിടക്കുകയല്ല, ഒരുവൻ അവരെ നടത്തുന്നു. മനസ്സിലായോ? ശത്രുവിന് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷ, നീ ഇനി ഒരിക്കലും എഴുന്നേൽക്കരുത്, നീ അവിടെ തന്നെ കിടക്കണമെന്ന. എന്നാൽ ഇവിടെ നിന്നെ അതിന്റെ നടുവിൽ നടത്തുന്നതോർക്ക് നീ ദൈവത്തെ സ്തുതിക്കണം. എവിടെയാ നീ നടക്കുന്നത്? തീക്ക് വെളിക്കകത്തല്ല, തീക്കകത്തുകൂടെ ഉടയവൻ നിന്നെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും നമ്മുടെ വ്യത്യാസം നീ വീണ്ടും കാണുകയാണ്. ആഹാരത്തിന്റെ വിഷയത്തിൽ 4 പേരും ഉണ്ടായിരുന്നു, അല്ലെ? എബ്രായ ബാലന്മാർ 4 പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തീച്ചൂളയുടെ കാര്യത്തിൽ ദാനിയേൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഏതെങ്കിലും
ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി തൻ വെളിയിൽ പോയിരുന്നു മറ്റോ ആയിരുന്നേക്കാം. ഏതായാലും മലാഖി പറഞ്ഞതുപോലെ വ്യത്യാസം വീണ്ടും കാണും. ദാനിയേൽ ഒരിക്കലേ കണ്ടുള്ളൂ. അവന് വേണ്ടി മാത്രമായെന്നോണം മറ്റൊരു പരീക്ഷ ഉണ്ടാകുകയാണ് 6-ാം അധ്യായത്തിൽ. 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു പുത്തൻ കൽപ്പന അവിടുത്തെ പാർലമെന്റിൽ പാസാക്കി. ദാനിയേലിനെ ഒടുക്കാൻ വേണ്ടിയായിരുന്നു ആ കൽപ്പന വിരോധികൾ ഉളവാക്കിയതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. എങ്കിലും ദാനിയേൽ പ്രാർത്ഥിച്ചു, അല്ലേ? സ്തോത്രം. പ്രാർത്ഥിച്ചിട്ടും താൻ പിടിക്കപ്പെട്ടു. നിങ്ങൾ നോക്കിയേ, അല്ലേ? എബ്രായ ബാലന്മാർ വിശ്വാസം വിളിച്ചു പറഞ്ഞിട്ടും അവർ തീക്കകത്ത് വീഴേണ്ടി വന്നു. ദാനിയേൽ അതിനെതിരെ പ്രാർത്ഥിച്ചു, എന്നിട്ടും സിംഹക്കുഴിയിൽ പോകേണ്ടി വന്നു. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പല വിഷയങ്ങൾക്കും നമ്മൾ പറയുന്ന പോലെ മറുപടി കിട്ടിയെന്ന് വരത്തില്ല. നാം പറയുന്നത് പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചും വ്യത്യസ്തമാണ്. സ്തോത്രം. താൻ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് വായിക്കുന്നു. മുമ്പേ ചെയ്തു വന്നതുപോലെ മുട്ടുകുത്തി കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്. 55-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. എന്തുകൊണ്ടാണ് ഈ വൈകുന്നേരത്തും എന്ന് പറഞ്ഞത്? നമ്മുടെ ഭാഷയിൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എന്നല്ലേ പറയേണ്ടത്? മനസ്സിലായോ? നമ്മളത് പറഞ്ഞാൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം എന്ന് പറഞ്ഞേ. പക്ഷെ അവിടെ പറയുന്നത് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. യഹൂദന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യ മുതലാണ്. സന്ധ്യയായി ഉഷസുമായി 1-ാം ദിവസം. അതുകൊണ്ടാണ് സന്ധ്യയ്ക്കും രാവിലെയും ഉച്ചയ്ക്കും എന്ന് പറയുന്നത്. 3 പ്രാവശ്യം ദാവീദ് പറഞ്ഞതുപോലെ തന്നെ താനും അവനോട് ചുവട് പിടിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ജനൻ യെരൂശലേമിന് നേരെ തുറന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. എന്താ കാര്യം? 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 42, 44, 48 വാക്യങ്ങൾ. 48-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 48-ാമത്തെ വാക്യം. കണ്ടോ? നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കോണം അവരോട് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. സ്തോത്രം, സ്തോത്രം. നീ നിന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ, യെരൂശലേം ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ശലോമോന്റെ പ്രാർത്ഥനയെ ചുവട് പിടിച്ചാണ് സ്തോത്രം ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഇത്രമാത്രം മുട്ടുകുത്തി നേരത്തെ ചെയ്തു വന്നതുപോലെ ദൈവസന്നിധിയിൽ മുടങ്ങാതെ പ്രാർത്ഥിച്ചിട്ടും ദാനിയേലിന് എന്താണ് സംഭവിച്ചത്? താൻ പിടിക്കപ്പെട്ടു, സിംഹങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വിശന്ന് കിടക്കുന്ന സിംഹങ്ങളുടെ നടുവിലാണ് താൻ വലിച്ചെറിയപ്പെട്ടത്. പക്ഷേ സ്തോത്രം, ആ സിംഹങ്ങൾ തനിക്ക് കേടുവരുത്തിയില്ല. 2 വ്യക്തികൾ ഉറങ്ങുന്ന വിധം നോക്കണം. രാജാവ് പതിവ് പോലെ പള്ളിമത്തയിലാണ് ഉറങ്ങിയത്. ഭക്തനായ ദാനിയേൽ സിംഹത്തിന്റെ ചെളിക്കുഴിയിൽ. തിരുവെഴുത്ത് പറയുന്നു, അന്ന് രാത്രി രാജാവിനെ ഉറക്കം വിട്ടുപോയി. ദൈവം ഉറക്കം തന്നാലേ നിനക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അവൻ കിടക്കുന്ന ചെളിക്കുഴിയിലാണെങ്കിലും ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ആ ചെളിക്കുഴിയിൽ ഭക്തൻ സുഖമായി ഉറങ്ങി. ദാനിയേൽ 6-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. രാജാവ് അധികാലത്ത് എഴുന്നേറ്റു, ബന്ധപ്പെട്ട സിംഹഗുഹയുടെ അരികെ ചെന്നു. ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു, ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു നിൽക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ നടുവിൽ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അതിന് ദാനിയേൽ ഉത്തരം പറഞ്ഞെന്തെന്നാൽ, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, ഞാൻ ഇടവിടാതെ സേവിച്ചു നിൽക്കുന്ന ദൈവം കഴിഞ്ഞ രാത്രി തന്നെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. നിന്നെ വിഴുങ്ങുമെന്ന് പറയുന്ന സിംഹത്തിന്റെ വായ് അടച്ചു കളയാൻ ഉടയവന് കഴിയും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രാജാവ് പറഞ്ഞ വാക്ക് നോക്ക്, നീ സേവിച്ചു നിൽക്കുന്ന ദൈവം. അതെ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും നമ്മളുടെ വ്യത്യാസം അവിടെ കാണുകയാണ്. അവൻ സേവിച്ചു നിൽക്കുന്ന ദൈവം അവനെ വിടുവിപ്പാൻ പ്രാപ്തനായി. നമുക്ക് തോന്നുന്നു പലപ്പോഴും ഒരു ചെറിയ കുഴിയം കണ്ടായിരുന്നു, അതിനകത്ത് 1-2 സിംഹമാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവർക്ക് വയറൊക്കെ നിറഞ്ഞിരിക്കായിരുന്നു, അതുകൊണ്ട് തിന്നില്ലെന്നൊന്നും തോന്നും. അങ്ങനെയല്ല കേട്ടോ.
120 സംസ്ഥാനങ്ങളാണ് ആ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ മിക്കരും തന്നെ ദാനിയേലിനെതിരെ കെണിയൊരുക്കാൻ കൂട്ടുനിന്നവരാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റിയതിനു ശേഷം ദാനിയേലിനെതിരെ കെണിയൊരുക്കിയ ഈ സംസ്ഥാനങ്ങളിലെ മന്ത്രിപുക്കുവന്മാരെ മൊത്തത്തിൽ നുള്ളിപ്പറക്കി ഈ സിംഹക്കുഴിയിലേക്ക് ഇടുന്നു. തിരുവനന്തപുരത്ത് എന്താ പറയുന്നത് അറിയാമോ? താഴെ ചെല്ലുന്നതിന് മുമ്പ് സിംഹങ്ങൾ അവരെ കീറിക്കളഞ്ഞു. എന്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്, നമ്മളാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു 240 സിംഹവും 120 പേര് കുഴിയിലേക്ക് ഇട്ടെന്ന് വിചാരിക്കാം. 240 സിംഹത്തിന് 240 പേരുണ്ടായിരുന്നു. അവര് പേരും വഴക്കുണ്ടാക്കത്തില്ലായിരുന്നു. അവര് തന്നെ വീതം വെച്ച് ഓരോരുത്തർക്ക് ഓരോന്ന് എടുത്തു. പക്ഷെ താഴെ ചെന്നപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് കിട്ടത്തില്ല, 2 പേർക്ക് ഓരോന്നേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെ കീറിയെടുത്തു. സിംഹങ്ങൾ അവരെ കീറിക്കളഞ്ഞു. ഞാൻ പറഞ്ഞത്, വിശന്ന് കിടക്കുന്ന സിംഹങ്ങളുടെ നടുവിലാണ് വലിച്ചെറിയപ്പെട്ടതെങ്കിലും സിംഹങ്ങൾ അവർക്ക് കേടുവരുത്തിയില്ല. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. നീ എന്റെ ഉപകരണ നിർഭയം. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും നമ്മൾ വ്യത്യാസം വീണ്ടും കാണുക. പരിചിതമായ 1-2 ചിന്തകളോട് പറഞ്ഞു നാം വാക്ക് സമയത്ത് അവസാനിപ്പിക്കാം. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ഏലിയാവിനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു ഏലിയാവ്. അല്ലാതെ പുള്ളിയോ വലിയ ഭക്തനോ വിശുദ്ധനോ ഒന്നും ആയിരുന്നില്ല. നമ്മെ പോലെയുള്ള സാധാരണക്കാരനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ഒരിക്കൽ ആഹാബ് രാജാവിനോട് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 17-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകില്ല. മഞ്ഞും മഴയും ഉണ്ടാകില്ല. മഴ പെയ്യാതിരുന്ന കാലഘട്ടം വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ അന്ന് മഞ്ഞ് പെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 2:5, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, പക്ഷേ മഞ്ഞ് പൊങ്ങി വന്ന് ഭൂമിയെ നനച്ചു പോകും. മഴ പെയ്യാത്തപ്പോഴും മഞ്ഞ് പെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ഏലിയാവ് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലാതെ ഈ വർഷങ്ങളിലേക്ക് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാനിപ്പോ പറയാതിരിക്കട്ടെ, ഇനി ഞാൻ പറഞ്ഞല്ലാതെ രാത്രി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ ഹലോ അല്ലേ? സ്തോത്രം. ഋതുഭേദങ്ങൾ അനുസരിച്ച് ഹേമന്തകാലവും ഗ്രീഷ്മകാലവും സമ്മർ സീസണും വിന്റർ സീസണും ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വർഷത്തിൽ നിശ്ചിത മാസങ്ങൾ മഞ്ഞുണ്ടായിരിക്കും, മഴയുണ്ടായിരിക്കും, വേനുണ്ടായിരിക്കും. പക്ഷേ ഏലിയാവ് പറയുന്നത്, ഈ ആണ്ടുകളിലേക്ക് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. ഏലിയാവിനോട് ചോദിക്കാം, ഏലിയാവേ, എന്തിന്റെ അടിസ്ഥാനത്തിലാ നീ ഭയങ്കര വീരകാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇങ്ങനെ പറയാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കാം എന്തായിരുന്നു താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 16-17 വാക്യം. ഇവിടുത്തെ വിഷയം ഇസ്രായേൽ ജനത്തിനു മുമ്പാകെ യഹോവയുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുകയാണ്. അവർ ബാലിനെയും അശേരയും ഒക്കെ ആരാധിക്കാൻ വേണ്ടി പിന്തിരിഞ്ഞ വേളയിൽ അവരെ യഹോവയിലേക്ക് മടക്കി വരുത്താനുള്ള ശ്രമം ഏലിയാ പ്രവാചകൻ നടത്തുകയാണ്. വായിക്കാം ആവർത്തന പുസ്തകം 11-16-17 വാക്യം. നിങ്ങളുടെ ഹൃദയത്തിന് ദോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്താൽ മഴ പെയ്യാതെ ഞാൻ ആകാശത്തെ അടച്ചു കളയുമെന്ന് ദൈവം അരുളി ചെയ്തിരുന്നു. മനസ്സിലായോ? സാഹചര്യം ഇപ്പോൾ അന്യദൈവങ്ങളെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഏലിയാ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ ഉണ്ടാകില്ല. 3 ആണ്ടും 6 മാസവും ദേശത്ത് മഴ പെയ്യാതെ അല്ലേ? 3.5 വർഷം. ആ 3.5 വർഷം കൊണ്ട് ഭൂമിക്കുണ്ടായ മാറ്റം നോക്കണം. മൃഗത്തിന് പോലും പുല്ല് ലഭിക്കാത്ത വിധത്തിൽ ചെറിയ തോടുകൾ പോലും വറ്റിപ്പോകത്തക്ക രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടായത്. സ്തോത്രം. അതും ന്യായപ്രമാണത്തിന്റെ ഒരു വചനത്തിന്റെ നിവർത്തിയായിരുന്നു. ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും
ദൈവത്തിന്റെ ശിക്ഷയാകുന്ന മഴയില്ലായ്മ കൊണ്ട് ഭൂമിക്കുണ്ടാകുന്ന മാറ്റം പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ പേടി തോന്നും. മീതെയുള്ള ആകാശം ഇരുമ്പ് പോലെയും താഴെയുള്ള ഭൂമി ചെമ്പ് പോലെയുമാകുമെന്ന് പ്രൈസ് ദി ലോർഡ് ആവർത്തന പുസ്തകം 28:23 വായിക്കും. ലേവ്യ പുസ്തകം 26:19 ആകാശം ഇരുമ്പ് പോലെയും ഭൂമി ചെമ്പ് പോലെയുമാകും എന്ന് വായിക്കും. തലയ്ക്ക് മീതെയുള്ള ആകാശവും ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പുമാകും. ശ്രദ്ധിച്ചു വായിക്കണം. ആകാശം ചെമ്പും ഭൂമി ഇരുമ്പുമാകും. ലേവ്യ പുസ്തകത്തിൽ നേരെ തിരിച്ച വായിക്കും. ലേവ്യ പുസ്തകം 26:19. ഞാൻ നിങ്ങളുടെ ബലത്തിന്റെ പ്രതാപം കെടുത്തും നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയുമാക്കും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. കാര്യം ഒന്ന് തന്നെയാണ്. ഒരിടത്ത് പറഞ്ഞു ആകാശം ചെമ്പ് പോലെയും ഭൂമി ഇരുമ്പ് പോലെയും. അടുത്ത ഭാഗത്ത് പറയുകയാണ് ആകാശം ഇരുമ്പ് പോലെയും ഭൂമി ചെമ്പ് പോലെയും. തിരിച്ചും മറിച്ചും പറയുന്നു എന്ന് പറഞ്ഞാൽ ആ ഭൂമിക്കുണ്ടാകാൻ പോകുന്ന കഠിനതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഭയങ്കര ക്ഷാമമുണ്ടായ സന്ദർഭത്തിൽ, വെള്ളമില്ലാത്ത വേളയിൽ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കുക, അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കിയോട് കൽപ്പിച്ചിരിക്കും. നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ അറിയാം. പക്ഷെ ഒരു ചെറിയ ആത്മീയ ദൂത് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പശ്ചാത്തലം പറഞ്ഞിരുന്നത്. ഏലിയാവിന്റെ ദൈവം ആഹാരം കൊണ്ടു കൊടുക്കുന്നു. രാവിലെയും വൈകിട്ടും കാക്ക ഇറച്ചിയും അപ്പവും കൊണ്ടു കൊടുക്കുമായിരുന്നു, അല്ലേ? ചില മാസങ്ങളോളം രാവിലെയും വൈകിട്ടും മാത്രം ആഹാരം, ഉച്ചയ്ക്ക് ഉപവാസമായിരുന്നു. നിങ്ങൾ ഓർക്കണം, നിശ്ചിത സമയത്ത് ആഹാരം കഴിക്കുന്ന ഒരു ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ, 4 മണിക്കൊന്നും ചായ കുടിക്കുമെങ്കിൽ, നമ്മൾ സ്ഥിരമായ ഒരു ശീലമാണെങ്കിൽ കുറെ ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം 4 മണിക്ക് ചായ കിട്ടിയെങ്കിൽ നമുക്ക് തലവേദന വരും, അല്ലേ? ഇവിടെ ഏലിയാവിനെ ചില നാളുകളോളം കെരീത്തിൽ തോടിനരികെ ഇരുത്തി ശീലിപ്പിക്കുക. എന്താ? രാവിലെയും വൈകിട്ടും മാത്രം ആഹാരം, ഉച്ചയ്ക്ക് ഉപവാസം. എന്തിനാ ദൈവം ഉച്ചയ്ക്ക് ഉപവസിച്ച് ശീലിച്ചത്? കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇപ്പൊ ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി മുമ്പിൽ കൊണ്ടുവച്ചാൽ പുള്ളി തിന്നൂല. കാരണം പുള്ളിക്ക് അതങ്ങനെ യൂസ്ഡായി. മനസ്സിലായോ? എന്തിനു ദൈവം അങ്ങനെ ഏലിയാവിനെ പരിശീലിപ്പിച്ചു? അത് മനസ്സിലാകണമെങ്കിൽ കർമ്മേലിലേക്ക് നോക്കണം. കർമ്മേലിൽ വെല്ലുവിളിയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ വായിക്കുന്നത്, ഉച്ചയായപ്പോൾ ഏലിയാവ് അടുത്തു ചെന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൻ ദൈവസന്നിധിയിൽ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ശീലം അവനുണ്ടായിരുന്നു. അതിനുവേണ്ടി ദൈവം പരിശീലിപ്പിക്കുക. ദൈവം നമ്മെ പല കാര്യങ്ങൾ അണിയറയിൽ പരിശീലിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഇന്നിപ്പോ നമുക്ക് മനസ്സിലാവില്ല. നാളത്തേതിൽ ചില വെല്ലുവിളികളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവം അതിനുവേണ്ടിയായിരുന്നു എന്നെ പരിശീലിപ്പിച്ചത്, ദൈവം അതിനുവേണ്ടിയായിരുന്നു എന്നെ ഒരുക്കിയെടുത്തതെന്ന് പിന്നത്തേതിലാണ് മനസ്സിലാകുന്നത്. രാവിലെയും വൈകിട്ടും മാത്രം ആഹാരം, ഉച്ചയ്ക്ക് ഉപവാസം. ആ ഉച്ചയ്ക്ക് അവൻ എന്നും ദൈവസന്നിധിയിൽ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സംഭവം എല്ലാം കഴിഞ്ഞു. സരാഫാത്തിലെ വാസമൊക്കെ കഴിഞ്ഞു. രാജാവും ഓബദ്യാവ് എന്ന മനുഷ്യനും കൂടെ പുല്ല് തേടി നടക്കുമ്പോൾ 3 മാസം കഴിഞ്ഞ സമയത്ത് ദൈവത്തിന്റെ ആലോചന പ്രകാരം ഏലിയാവ് തന്നെ രാജാവിന് കാണിക്കും. അതൊരു പ്രത്യേക പദത്തോടുകൂടിയാണ്. 18:15 1 രാജാക്കന്മാർ 18:15. പദം കണ്ടോ? ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പദം ഏലിയാവ് പറഞ്ഞത് 3.5 വർഷത്തിനു മുമ്പ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവം യഹോവയാണ്. ഞാൻ പറഞ്ഞ എല്ലാ ഈ ആണ്ടുകളിൽ മഞ്ഞുമഴ ഉണ്ടായില്ല. 3.5 വർഷം കഴിഞ്ഞപ്പോഴും ആ വാക്കിന് മാറ്റം വന്നിട്ടില്ല. സരാഫാത്തിൽ താമസിച്ചാലും കെരീത്തിൽ താമസിച്ചാലും ഭക്തന്റെ ആശ്രയബോധം കുറഞ്ഞിട്ടില്ല. ഇവിടെയും അവൻ വിളിച്ചു പറയുന്നത് പഴയ പദം തന്നെയാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ യഹോവയാണ്. ദൈവമക്കളെ, ചിലർക്ക് ചില വർഷങ്ങൾ കഴിയുമ്പോൾ വിശ്വാസത്തിനും ഭക്തിക്കും മാറ്റം വരാറുണ്ട്. ഇവിടെ പക്ഷേ 3.5 വർഷം കഴിഞ്ഞിട്ടും ഏലിയാവിന്റെ പദപ്രയോഗം പോലും മാറിയിട്ടില്ല. അവൻ പറയാണ്, അതെ, ഇന്നും ഞാൻ യഹോവയെ തന്നെയാണ് സേവിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു രാജ്യത്തെ
പ്രജകൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രജ പറയുന്നതനുസരിച്ച് രാജാവ് പ്രവർത്തിക്കുന്നു. ഓർഡർ ഇടുന്നത് പ്രജയാണ്, പ്രവർത്തിക്കുന്നത് രാജാവ്. ഹലോ, ഏലിയാവിനെ വിളിച്ചു പറയുന്നത് നാളെ എല്ലാ ജനത്തെയും കർമ്മേലിൽ കൂട്ടിവരുത്തുക, ബാലിന്റെയും അശേരിയുടെയും പ്രവാചകന്മാരെ 880 പേരെയും അവിടെ കൊണ്ടുവരണം. ഏലിയാവ് പറഞ്ഞതനുസരിച്ച് രാജാവ് പറഞ്ഞ് ആളുകളെല്ലാം അവിടെ ഓടിക്കൂടി. ഞാൻ ചില ആത്മീക പാഠങ്ങൾ മാത്രം പ്രതിഫലിപ്പിക്കുന്നില്ല. അങ്ങനെ അവരെല്ലാവരും അവിടെ വന്നു. 2 കാളയെ തെരഞ്ഞെടുക്കുന്നു. ആദ്യത്തെ അവസരം അവർക്ക് കൊടുക്കുന്നു. അവർ കാളയെ കണ്ടിച്ചൊരുക്കി യാഗപീഠത്തിന് മീതെ വെച്ച് രാവിലെ മുതൽ ഉച്ചവരെ അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എന്താണ് ഇവിടുത്തെ വിഷയം? ബാലി ദൈവമെങ്കിൽ അവനെ സേവിപ്പി, യഹോവ ദൈവമെങ്കിൽ അവനെ സേവിപ്പി. ബാലിന്റെ ബലഹീനത ഏലിയാവോട് വെളിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്തോത്രം. 18-ാം 27-ാം വാക്യം എല്ലാവരും തുറന്നു നോക്കണം. ഒരാൾ ഉറക്കെ വായിച്ചു സഹായിക്കണം. അവന്റെ ദൈവത്തിന്റെ ബലഹീനത ഒന്നൊന്നായി ഏലിയാവ് പറയുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ ശ്രേഷ്ഠത അതിലൂടെ വെളിപ്പെടുത്താനും കൂടെ അവൻ ശ്രമിക്കുകയാണ്. ഒന്ന്, നിന്റെ ദൈവത്തോട് നീ ഉറക്കെ നിലവിളിക്കണം. ഹലോ, നിന്റെ ദൈവത്തിന് കേൾക്കണമെങ്കിൽ നീ ഉറക്കെ പറഞ്ഞാലേ കേൾക്കൂ. പക്ഷെ എന്റെ ദൈവം അങ്ങനെയല്ല. എന്റെ ഞരക്കത്തിന്റെ ഒച്ച പോലെ കേൾക്കുന്നവനാണ്. ഹലോ, അവൻ ചിലപ്പോ പ്രാർത്ഥിക്കും. ഹലോ, പുള്ളിക്ക് വല്ല കിട്ടുന്ന പുള്ളി പ്രാർത്ഥിക്കും. പക്ഷെ എന്റെ ദൈവം അങ്ങനെയല്ല. പ്രാർത്ഥന കേൾക്കുന്നതിനായോ സകല ജനവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നവനല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. 3 വായിക്കാം. വെളിക്ക് പോയിരിക്കുന്ന he may be in the outside. മനസ്സിലായോ? നിന്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ അവനിപ്പോ ഓഫീസിലില്ല. അടുത്ത പദം, അവൻ ഒരു പക്ഷേ യാത്രയിലായിരിക്കും. പുള്ളി ചൈനയിൽ പോയൊക്കെ പ്ലെയിൻ മിസ്സായി. ഹലോ, മനസ്സിലായോ? നീ ഇവിടുന്നോട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോ കേൾക്കാൻ ഡോക്ടർമാരൊക്കെ കണ്ടില്ലേ? അല്ലെ, ഡോക്ടർ ഈസ് ഇൻ ഔട്ട്സൈഡ് അല്ലെ എന്ന് എഴുതി വെക്കാറുണ്ട്. എന്നതുപോലെ അവനിപ്പോൾ ഇവിടെ ഇല്ല. പുള്ളി പുറത്തവിടെ പോയേക്കുക. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ നിന്റെ ദൈവം നിന്റെ കൂടാരത്തിനകത്തില്ല. അവൻ യാത്രയിൽ പോയാൽ തിരിച്ചിവിടെത്താൻ അവന് ദിവസങ്ങൾ വേണം. എന്നാൽ എന്റെ ദൈവം അങ്ങനെയല്ല. യഹോവയായ ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. അവൻ എല്ലാ ഇടത്തുമുള്ളവനായ ദൈവമാണ്. അടുത്തോ കണ്ടോ? പുള്ളിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. കൂടെ പുള്ളി ഉറക്കം തോന്നുന്നു. ബലഹീനതയുള്ള മനുഷ്യനാണ്, അവന് ഉറക്കം വരും. എന്നാൽ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നതുമില്ല. ഉറക്കമില്ലാത്ത, ബലഹീനതയില്ലാത്ത, അവൻ അപൂർണതയില്ലാത്ത ഒരു നല്ല ദൈവത്തെ ആരാധിപ്പാൻ, സേവിപ്പാൻ ഭാഗ്യം ലഭിച്ചവർക്കായി സ്തോത്രം. ആ ഊഴം കഴിഞ്ഞു അല്ലേ? ശരീരമൊക്കെ കുത്തി മുറിപ്പെടുത്തി വല്ലാതെ വിളിച്ചിട്ട് ഉത്തരമില്ലാതുമ്പോൾ ഏലിയാവിന്റെ ഊഴത്ത് സമയത്ത് അവിടെ എല്ലാം വെള്ളം കോരി നനച്ച് ഒരു സയാർ ഗോതമ്പ് വിതപ്പാൻ തക്ക നിലയിൽ ഒരു വലിയ കാണ്ഡം പോലെ ആക്കി എടുത്തിട്ടും ആ ഭക്തൻ സ്വർഗത്തെ സ്പർശിക്കുന്ന ഹ്രസ്വമായ ഒരു പ്രാർത്ഥന, സ്തോത്രം പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതെല്ലാം ദഹിച്ചു മാറി. ഞാൻ ചില ആത്മീയ ചിന്തകളോട് അതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ വലിയൊരു ശുശ്രൂഷ ചെയ്തു എന്നതുകൊണ്ട് പിന്നീട് ജീവിതത്തിൽ എന്നും എല്ലാം സുഗമമായിരിക്കുമെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ഒരു നല്ല ശുശ്രൂഷയ്ക്കായി ദൈവം നിങ്ങളെ ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം ഇനിയുള്ള കാര്യങ്ങളെല്ലാം സുഗമമായിരിക്കണമെന്നില്ല. അത് കഴിയുമ്പോഴായിരിക്കും അടുത്ത ആക്രമണവും വധഭീഷണിയും ഉയരുന്നത്. ഈ വലിയ ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം നോക്കിക്കേ, 2 പേര് 2 സ്ഥലത്തേക്ക് പോകുന്നു. ആഹാബ് രാജാവ് തിന്നുപിടിക്കാൻ വേണ്ടി അവിടെയുള്ള റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. ഭക്തൻ കീശോൻ തോടിനടിയെ ആ ശത്രുക്കളൊക്കെ വകവരുത്തിട്ട് പ്രാർത്ഥിപ്പാൻ മുഴങ്കാൽ മടക്കി മലമുകളിലേക്ക്. ഒരുവൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, ഒരുവൻ വിശ്രമിക്കാൻ പോകുന്നു. വിശ്രമിക്കുന്നവൻ, മുറിയിൽ ഉറങ്ങുന്നവൻ ഒന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല.
എന്നാൽ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന വയറിനതുപോലെ ഒടിഞ്ഞു വരുന്ന ആ ഭക്തന്റെ പ്രാർത്ഥനയിൽ അവൻ ഒരു സ്വരം കേൾക്കുന്നു, ഒരു ദർശനം കാണുന്നു. സ്തോത്രം. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തതും തമ്മിൽ വ്യത്യാസം നീ വീണ്ടും കാണുകയാണ്. Praise the Lord. Praise the Lord. എന്താണ് അവൻ കേൾക്കുന്ന ശബ്ദം? അവൻ പറയുന്ന പദം ഇതാണ്: വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. സ്തോത്രം. ബാല്യക്കാരനോട് ചോദിക്കും, നീ കേൾക്കുന്നുണ്ടോ? ഇല്ല. ആഹാബിനോട് ചോദിക്കും, നീ കേൾക്കുന്നുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കുന്നവൻ എവിടെയും ദൈവ ശബ്ദം കേൾക്കും. സ്തോത്രം. സ്തോത്രം. ബാല്യക്കാരനോട് പറഞ്ഞു, നീ കടലിലേക്ക് ചെന്ന് നോക്കുക, വല്ലതും കാണുന്നുണ്ടോ? 6 പ്രാവശ്യം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരുപക്ഷെ ഇവ പറഞ്ഞു കാണും, ഇങ്ങർക്ക് എന്തോ കുഴപ്പമുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞ ഒന്നും കാണുന്നില്ലെന്ന്. പിന്നെ അങ്ങനെ എന്നെ ഓടിച്ചു. 2ാം പ്രാവശ്യം ഞാൻ വന്നിട്ട് പറഞ്ഞ ഇനി അദ്ദേഹം ഒന്ന് ഓടട്ടെന്ന് പറഞ്ഞോ. ഈ അവിശ്വാസിയുടെ 6 പ്രാവശ്യമുള്ള വാക്ക് കേട്ടിട്ടും ഏലിയാവിന്റെ വിശ്വാസത്തിന് മങ്ങലേറ്റോ? മനസ്സിലാവുന്നുണ്ടോ? ദർശനമില്ലാത്തവന്റെ വാക്ക് കേൾക്കുമ്പോ നിന്റെ വിശ്വാസം ക്ഷയിക്കരുത്. പ്രാർത്ഥനയിൽ നീ കണ്ട ദർശനമാണ് വലുത്. കണ്ട ദർശനം എന്തായിരുന്നു? മേഘം അവൻ ദേശം മൂടുന്ന കാഴ്ച അവൻ ആത്മാവിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞത്. ഒന്നുകൂടെ ചെന്ന് നോക്ക്. 7ാം പ്രാവശ്യം അവൻ വന്നിട്ട് പറയുന്ന ഒരു വാക്ക്, കൈപ്പത്തിയോളമുള്ള ഒരു മേഘം. പക്ഷേ കൈപ്പത്തിയോളമുള്ള ചെറിയ മേഘമാണെങ്കിലും 3 ആണ്ടും 6 മാസവും വരണ്ടു കീറിയ ഇരുമ്പ് പോലെയും ചെമ്പ് പോലെയുമായി മാറിയ ആ ഭൂമിയെ മുഴുവൻ നനയ്ക്കാനുള്ള വെള്ളം കൈപ്പത്തിയോളമുള്ള മേഘത്താകത്തിനകത്ത് ദൈവം കരുതി വെച്ചിട്ടുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാത്ത ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവത്തിന്റെ പൈതലെ, വലിയ ദൈവ പ്രവൃത്തി നിന്റെ ദൃഷ്ടിയിൽ കേവലം കൈപ്പത്തിയായിരുന്നേക്കാം, പക്ഷെ ആ കൈപ്പത്തിക്കകത്ത് ഈ ദേശത്തെ മുഴുവൻ നനയ്ക്കാൻ ഇരുമ്പ് പോലെയും ചെമ്പ് പോലെയുമായി മാറിയ ഭൂമിയെ മുഴുവൻ നനയ്ക്കാനുള്ള വെള്ളം കൈപ്പത്തിക്കകത്തൊരുക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെയാ പറയുന്നത്: ഭൂമിയിലെ പൊടിയെ മുഴുവൻ അവൻ നാഴിക്കകത്ത് ഒന്നിക്കുക. ഭൂമിയെ മുഴുവൻ നാഴിക്കകത്ത് ഒന്നിക്കാൻ കഴിയുന്നവൻ മലകളെ വെള്ളിക്കോലിൽ തൂക്കാൻ കഴിയുന്നു. ദൈവത്തിന്റെ കൈപ്പത്തിയോളമുള്ള മേഘത്തിനകത്ത് ഇസ്രായേലിനെ മുഴുവൻ നനച്ചു കുതിർക്കാൻ ഇരുമ്പ് പോലെയും ചെമ്പ് പോലെയുമായ ഭൂമിയുടെ അവസ്ഥയ്ക്ക് മുഴുവൻ തനതായ മാറ്റം വരുത്താൻ പ്രാപ്തിയുള്ളതിനായി അതിനകത്ത് വെള്ളം മുഴുവൻ കരുതി വെച്ചിട്ടുള്ളതിനായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയും നോക്കുമ്പോ ചെറുതായിരുന്നേക്കാം, പക്ഷെ അതിനകത്ത് നിന്റെ ആവശ്യത്തിനകത്തുള്ള നന്മകളെല്ലാം ആ കൈപ്പത്തിക്കകത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ള നന്മകളെല്ലാം ആ കൈപ്പത്തിക്കകത്ത് അവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ദൈവശബ്ദം കേൾക്കുന്നു. അവൻ പറയുന്നു, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ ദർശനം കാണുന്നു. സ്തോത്രം. ആഹാബിനോട് എന്ന് പറഞ്ഞു, മഴ നിന്നെ നനച്ചാൽ രാജാവ് നനഞ്ഞിട്ട് പോകുന്നത് കണ്ടാൽ അത് നാണക്കേടാ. അതുകൊണ്ട് ഒരു കാര്യം ഇത് പെട്ടെന്ന് വണ്ടി വിട്ടു പോയിക്കോളാം പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് സംഭവങ്ങൾ അറിയാമല്ലോ സഹോദരികളെ. ഇസ്രായേലിൽ എത്തുന്നത് വരെ ആഹാബിന് മുമ്പിൽ ഏലിയ ഓടിയല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തല്ലേ താമസിക്കുന്നത്? ഇസ്രായേലല്ലേ. രാജാവിനോട് മുന്നിൽ തന്റെ പ്രൗഢിയിലുള്ള കുഞ്ചിരോഗമുള്ള കുതിരയെ കൂട്ടി പോകുമ്പോൾ ആഹാബിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഏലിയാവേ എന്റെ വണ്ടിയിലോട്ട് കയറിക്കോ, ഞാൻ അങ്ങോട്ട് ഇറക്കിയേക്കാം. പക്ഷേ നമ്മുടെ പച്ച ഭാഷയിൽ പറഞ്ഞാൽ ആ പഹയൻ, മനസ്സിലായോ? ആഹാബിന്റെ ചിന്ത എന്താണെന്നറിയാമോ? പൂത്ത് വളച്ചിരിക്കുന്ന ഉണങ്ങിയിരിക്കുന്ന ഉപദേശിക്ക് കയറാനുള്ളതല്ല എന്റെ വണ്ടി. ആ മനുഷ്യൻ ആഹാബിനെ കുതിര വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയില്ല. രാജാവിന്റെ പ്രൗഢിയുള്ള കുതിര അതിവേഗം ഓടിപ്പോകുന്നത് കാഴ്ച കണ്ടുകൊണ്ട് പ്രായമുള്ള അപ്പച്ചൻ ഏലിയാവെന്ന ഭക്തനായ മനുഷ്യൻ അവനോടാൻ തുടങ്ങുകയാണ്. തിരുവെഴുത്ത് പറയുന്ന യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. കുതിര ശക്തിയേക്കാൾ വലുതാ ദൈവത്തിന്റെ ശക്തി. കുതിര ശക്തിയെ അതിജീവിക്കുന്ന മഹാശക്തിയാകിയാൽ, അത്യന്ത ശക്തിയാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ
ദൈവത്തിന്റെ ശക്തി ഇളക്കുന്നത് കുതിര ശക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ശക്തി ഇളക്കാൻ ഒരളവില്ല. ഇത് അത്യന്ത ശക്തിയാണ്. യിരെമ്യാപ്രവചനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, കാലാളുകളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടി എങ്ങനെ ഓടും? പ്രായമുള്ള ഈ ഏരിയ ഓടുന്നത് എങ്ങനെയാ? കുതിരപ്പടയോട് ഓടുന്നു, ഒപ്പമല്ല മുമ്പിൽ. ഒരുപക്ഷെ അല്പദൂരം, വ്യക്തമാക്കി പറയുന്നത് ഞാൻ ഭാവനയിൽ പറയുക, ഒരുപക്ഷെ ഒരു അല്പദൂരം ഈ കുതിരയുടെ പുറകെ വേദനയോട് ഇവന് ഓടുമ്പോൾ, വണ്ടിയിലൊന്നും കയറ്റിയില്ലല്ലോ എന്നുള്ള വേദന വരുമ്പോൾ, തമ്പുരാൻ ആ ദുഃഖം അതുപോലെ ഒപ്പിയെടുത്ത് സ്വർഗത്തിൽ കുറിച്ചു വെച്ചു. സ്തോത്രം. മനസ്സിലായോ? ആ വണ്ടിയിൽ നിന്ന് കയറാതിരുന്ന വേദന ജീവിതത്തിന്റെ അവസാന വേളയിൽ ഏലി അവനെ സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ തമ്പുരാന് വേണമെങ്കിൽ ഫിലിപ്പോസിനെ എടുത്തതുപോലെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു, ഹാനോക്കിനെ എടുത്തതുപോലെ ദൈവത്തിന് എടുക്കാമായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അവൻ മനോഹരമായ ഒരു കാഴ്ച കാണുന്നു. രാജാവിന്റെ കുതിരയേക്കാൾ ശ്രേഷ്ഠമായ ഒരു കുതിര സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. അത്യുന്നതമായ അശ്വങ്ങളും അത്യുന്നതങ്ങളും സ്വർഗത്തിൽ ഇറങ്ങി വരികയോ. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ന്യായമായ അവകാശങ്ങളും അംഗീകാരങ്ങളും നിങ്ങളുടെ മുമ്പാകെ അടിച്ചു മാറ്റുമ്പോൾ ആളുകൾ അവനെ അപഹരിച്ചെടുക്കുമ്പോൾ നിന്റെ വേദന അറിയുന്ന ഓരോന്നുണ്ട്. അവനത് കുറിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കമ്പറയുന്നതിനുണ്ട് മനോഹരമായ ഒരു കാഴ്ച. രാജാവിന്റെ വണ്ടിയല്ല, സ്വർഗത്തിന്റെ കുതിര മുകളിൽ താഴേക്ക് ഇറങ്ങി വരുന്ന ദർശനം ഭക്തൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ രാജാവ് വീട്ടിൽ ചെന്നു. ഇസബേലിനോട് കാര്യമൊക്കെ പറഞ്ഞു. ബാലിന്റെയും ബശേരയുടെയും 850 പ്രവാചകന്മാരെ ഏലിയാവ് കൊന്നു കഴിഞ്ഞ വാർത്ത അറിയിച്ചപ്പോൾ ഇസബേൽ ഒരു ദൂതനെ വിട്ട് ഏലിയാവിന്റെ അടുത്ത് പറഞ്ഞു, നാളെ വൈകുന്നേരമാകുമ്പോൾ നിന്റെ കയ്യിൽ കൊണ്ടുപോയാവും. ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ ഒരു വേലക്കാരനെ വിട്ടപ്പോ ആ വേലക്കാരനോട് കൊണ്ട് തന്നെ ഏലിയാവിനെ കൊല്ലിക്കത്തില്ലായിരുന്നു. ആരും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വേലക്കാരനെ വിട്ടാണല്ലോ, ഒരു മനുഷ്യനെ വിട്ടാണ് ഏലിയാവിന്റെ അടുക്ക പറഞ്ഞത്, നാളെ വൈകുന്നേരമുള്ളത് നിന്റെ കഴുത്ത് കൊണ്ടുവന്നു. ഈ പറഞ്ഞു വിട്ടവനെ കൊണ്ട് തന്നെ വെട്ടിക്കത്തില്ലായിരുന്നോ? ദൈവം അനുവദിക്കാതെ നിന്റെ ദേഹത്ത് തൊടാൻ തമ്പുരാനെ ആരും അനുവദിക്കുന്നില്ല. മനസ്സിലാവുന്നവർ കഴിഞ്ഞ ദൈവത്തെ രാജാവിന്റെ അടുക്കിൽ നിന്നായിരിക്കാം ഒരാൾ വന്നത്. ഉദയവൻ അനുവദിക്കാതെ നിന്റെ തലയിലെ മുടി പോലും വീഴുന്നില്ല. ദൈവത്തിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് കരുതലുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് ചിന്തയുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇസബേലിന്റെ വധഭീഷണിയുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ മനക്കരുത്തില്ലാത്ത മനുഷ്യൻ മരിക്കാനായി ബേർശബ മരുഭൂമിയിലേക്ക് ഓടി. സ്തോത്രം. ഒരു മുൾച്ചെടിയുടെ ചുവട്ടിൽ ചെന്ന് കിടന്നവൻ മരിക്കാൻ ഒരുങ്ങുന്നു. സ്തോത്രം. എവിടെയാണ് കിടക്കുന്നത്? മുൾച്ചെടിയുടെ തണൽ. എന്താ ചൂരച്ചെടിയുടെ പ്രത്യേകത? അത് മുള്ളുള്ളൊരു ചെടിയാണ്. മരുഭൂമിയിലാണ് കിടക്കുന്നത്. പകൽ സൂര്യതാപമേറ്റ് കഴിഞ്ഞാൽ മണല് പഴുക്കും. മനസ്സിലായോ? മുകളിൽ നിന്ന് ശക്തമായ ചൂട്, മരുഭൂമിയിൽ പഴുത്ത മണലിന്റെ ചൂട്, തിരിഞ്ഞാൽ പിരിഞ്ഞാൽ വശങ്ങളിൽ മുള്ളിന്റെ കുത്ത്, അകത്ത് മരണഭീതി. ജീവിതത്തിൽ അവനെല്ലാം പ്രതികൂലം. മനസ്സിലായോ? മുകളിൽ ചൂട്, താഴെ ചൂട്, വശങ്ങളിൽ കുത്ത്, അകത്ത് മരണഭീതി. മാണ്ട് മരിച്ചാൽ മതി എന്ന് കൊതിച്ച് തളർന്നു കിടന്നുറങ്ങുന്ന ഏലിയാവ് തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് മുറം കൊള്ളിച്ച ഉണങ്ങിയ റൊട്ടി കഷ്ണമല്ല, തമ്പുരാനവന് വേണ്ടി കൊടുത്തു വിട്ടത് ചൂടതയായിരുന്നു. നിന്റെ മനസ്സേറ്റവും മരിക്കുന്ന വേളയിൽ, നിന്റെ മനസ്സേറ്റവും ക്ഷീണിക്കുന്ന വേളയിൽ ദൈവം നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായതായിരിക്കും. കോരി കുടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ തോടില്ലാത്തത് കൊണ്ട് തുരുത്തിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ രാവിലെയും വൈകിട്ടും ആഹാരം കൊണ്ടുവരണമായിരുന്നു. പക്ഷെ മരുഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ രണ്ടുപേരും തിന്നാലും തീരാത്ത തലത്തിൽ സമൃദ്ധമായ ഭോജനവുമായിട്ട് ദൈവത്തിന്റെ ദൂതൻ വന്നത്. പലരും ശ്രദ്ധിച്ചില്ല. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു. കേരളത്തിൽ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നത്
2 നേരമായിട്ടാ, രാവിലെയും വൈകിട്ടും. പക്ഷെ ദൂതൻ ഇവിടെ വന്നത് 2 നേരം തിന്നാലും തീരാത്ത തരത്തിൽ സമൃദ്ധിയുടെ ഭോജനമായി. നീ എവിടെയായിരുന്നാലും ഉടയവന് നിന്നോട് തോന്നിയാൽ, മരുഭൂമിയിലാണെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും നിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ അയക്കാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായാൽ ദൈവം നൽകുന്ന സമൃദ്ധമായി. ഏലിയാവ് തിന്നു കുടിച്ചു ഉറങ്ങി, ആഹാരം തീർന്നിട്ടില്ല. സ്തോത്രം. ദൂതൻ അവിടെ ഇരുന്നു. രണ്ടാം പ്രാവശ്യം ആ ദൂതൻ വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്ന്. മനസ്സിലായോ? ആഹാരം തീർന്നിട്ടില്ല. ഒരു പ്രാവശ്യം തിന്നിട്ടും അവൻ ഉറങ്ങിയിട്ടും ആഹാരം തീർന്നിട്ടില്ല. ദൂതൻ ആഹാരം കൊണ്ട് അവിടെ ഇരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൂതൻ വന്നത് ആഹാരം തരാൻ മാത്രമല്ല, 2 നേരത്തേക്കുള്ള സമൃദ്ധമായ ഭോജനം കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ദൂതൻ വന്നത് ആഹാരം തരാനല്ല, ഒരു ദൂത പറയാന. എന്താ ദൂത? നിനക്ക് എഴുന്നേറ്റ് തിന്നു പിടിച്ച് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. അവൻ നടന്നു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും പകലും നടന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബെത്തി. അവിടെ ചെന്ന് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, ഇവിടെ നിനക്ക് എല്ലാ കാര്യം തിരിച്ചു പോരാൻ. സ്തോത്രം. ദമ്മശേഖര് വഴിയായിട്ട് തിരിച്ചു പോകും. അപ്പൊ 40 രാവും പകലും അങ്ങോട്ട് നടന്നു. ഇനി തിരിച്ചുള്ള വരണമെങ്കിൽ 40 രാവും പകലും നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ 80 ദിവസത്തെ നടപ്പിനിടയിൽ ഒരൊറ്റ ദൂതേ കിട്ടിയുള്ളൂ. നമ്മൾ പലപ്പോഴും കൂടെ കൂടെ ഇഷ്ടം പോലെ ദൂതുകൾ കേൾക്കുന്നത് കൊണ്ട് ദൂതിന്റെ വില മനസ്സിലാക്കാറില്ല. ശ്രദ്ധിച്ചു കേൾക്ക. 80 ദിവസം ഒരു ഭക്തൻ നടന്നപ്പോഴാ തമ്പുരാൻ ഒരു ദൂത് കൊടുത്തത്. 80 ദിവസത്തെ നടപ്പിനിടയിൽ തമ്പുരാൻ കൊടുത്ത ദൂത് ശ്രദ്ധിച്ചു കേൾക്കാം. ചൂരച്ചെടിയുടെ മുതലിക്കണം, മരിച്ചാൽ മതി എന്ന് പറയുന്ന ഏലിയാവ്. എന്തുകൊണ്ടാണ് നീ മരിച്ചാൽ മതി എന്ന് പറയുന്നത്? അവൻ പറയും, ഇസബേലിന്റെ വധഭീഷണി. തമ്പുരാന് പറയാനുള്ളത്, നിന്നെ കൊല്ലാൻ ശ്രമിച്ചവനെ കൊല്ലാൻ ഒരുവനെ അഭിഷേകം ചെയ്യാൻ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ദമ്മശേഖിന്റെ വഴിയായി മടങ്ങിപ്പോകണം. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന്റെ രാജാവായി. യേഹൂ ഒക്കെ രാജാവാകുന്നത് പിന്നീടാണ്. ഇത് നമ്മൾ വായിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തില. പക്ഷേ യേഹൂവും ഒക്കെ രാജാവാകുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 8-9 അധ്യായങ്ങളിലാണ്. കാലഘട്ടത്തിന് ശേഷമാണ്. പക്ഷേ ദൈവത്തിന്റെ ശുശ്രൂഷ ഭാവിയിലേക്ക് നീളുന്നതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് സ്തോത്രം. സഭാത്തിന്റെ മകനായ ഏലിശയെ നിനക്ക് പകരക്കാരനായി അഭിഷേകം ചെയ്യണം. നീ പറഞ്ഞല്ലോ കണ്ണടയാമെന്ന് മതിയെന്ന്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അടുത്തൊരു അനന്തരഗാമിയെ കൂടെ കണ്ടിട്ട് സംതൃപ്തിയോടെ കണ്ണടഞ്ഞു കൊള്ളുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും വ്യത്യാസമുണ്ട്. ഞാനൊരു പുതിയ നിയമത്തിന്റെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അരികെ നിന്നു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും വ്യത്യാസം. അദ്രിയക്കടൽ എന്ന ഒരു കടലിലൂടെ പൗലോസും കൂട്ടരും യാത്ര ചെയ്യുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഒരു ഭയങ്കര കടൽക്ഷോഭം അവരുടെ യാത്രയുടെ ഗതിയെ തന്നെ തുത്തറിഞ്ഞു. ആ യാത്രയുടെ പ്രാരംഭത്തിൽ തന്നെ പൗലോസ് പറഞ്ഞതാണ്, ഈ യാത്ര തുടങ്ങരുത്. ഈ യാത്രയിൽ വളരെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കപ്പലുടമയും കപ്പിത്താനും കപ്പലിലുള്ള ബാക്കി ഏറെ പേരും വേണ്ട, ഇവിടെ താമസിക്കേണ്ട, കഴിയുമെങ്കിൽ ക്രേത്ത ദ്വീപിൽ പോയി ശീതകാലം കഴിക്കണമെന്ന് ആലോചന പറഞ്ഞു. മിക്ക പേരും ഭൂരിപക്ഷം പറഞ്ഞ വാക്ക് കേട്ട് അവർ യാത്ര തുടർന്നു. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു എന്ന് തോന്നി. അതേ കാലത്ത്
പായ്ക്കപ്പലിന് അഭിമുഖമായി കപ്പൽ നിർത്തിയാണ്, അല്ലെങ്കിൽ ആ പലക പായ് വലിച്ചു കെട്ടിയാണ് കപ്പൽ യാത്ര. തെക്കൻ കാറ്റ് മന്ദമായി ഊതി യാത്ര തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. ഈശാനമൂലൻ എന്ന ഒരു കൊടിയ കാറ്റടിച്ചു. അവരുടെ പായ്ക്കപ്പലിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൈവിട്ട് കപ്പൽ പാറിപ്പോയി. ഒത്തിരി ആഴമുള്ള ആത്മീയ ചിന്തകൾ അവിടെ ഉണ്ടെങ്കിലും സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ചില ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 14 ദിവസമായി ഇവർ അദ്രിയ കടലിൽ അലയുകയാണ്, ചുഴിയിൽ അലയുകയാണ്. കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി സാധന സാമഗ്രികളെല്ലാം എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. സൂര്യനെ കണ്ടിട്ടില്ല, ചന്ദ്രനെ കണ്ടിട്ടില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. രക്ഷപ്പെടുമെന്നുള്ള ആശയം അറ്റുപോയി എന്നാണ് വായിക്കുന്നത്. കാർമേഘാവൃതമായ ആ വല്ലാത്ത ചുഴിയുടെ നടുവിൽ ഒരു രക്ഷയുമില്ലാതെ എല്ലാവരും കരയുന്ന വേളയിൽ ഭക്തൻ പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്റെ അരികെ നിന്നു. ചുഴിയുടെ നടുവിലും ദൂതുമായി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്ത കൊടുങ്കാറ്റിന്റെ നടുവിലും ദൈവം തന്റെ ദൂതുമായി തന്റെ ദൂതനെ നിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ആരും നിനക്ക് ആലോചന പറയാനില്ലാത്ത രംഗത്ത് ആ കടലിന്റെ നടുവിൽ കടന്നു വന്ന് ദൂത് പറഞ്ഞു തരുന്ന ദൈവത്തെ നന്ദിയോടെ നിന്നെ സ്തോത്രം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. കരയോടടുക്കുന്നു തോന്നി, തീയെ വിട്ടു നോക്കി, കരയോടടുക്കുന്നു തോന്നി. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു പാറയിൽ തട്ടി അവരുടെ കപ്പൽ തകർന്നു. നീന്തി രക്ഷപ്പെടാൻ പറ്റുന്നവർ അങ്ങനെയും. നിങ്ങൾക്ക് ബാലപാഠങ്ങൾ അറിയാം, ഞാൻ ചില ചെറിയ ചിന്തകൾ മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. നീന്തി രക്ഷപ്പെടാൻ അറിയാവുന്നവർ അങ്ങനെയും, അല്ലാത്തവർ പലകയിലും പിടിച്ച് കരക്കെടുക്കാൻ കൽപ്പനയായി. നിങ്ങൾക്കറിയാമോ, അദ്രിയ കടലിൽ അലിയുന്ന ആ ചുഴിയുടെ നടുവിൽ വെച്ചായിരുന്നു കപ്പൽ തകർന്നിരുന്നെങ്കിൽ നീന്തറിയാവുന്നവൻ പോയിട്ട് ആരും തന്നെ രക്ഷപ്പെടുമായിരുന്നില്ല. നീന്തറിയാവുന്നത് കൊണ്ടല്ല നീ കരക്കെത്തിയത്. കരയോട് അടുത്തപ്പോൾ കപ്പൽ പൊളിഞ്ഞോണ്ടാണ് നീ അടുത്തെത്തിയത്. മനസ്സിലായവർക്കായി സ്തോത്രം. മനസ്സിലായോ? നീന്തറിയാവുന്നത് കൊണ്ടല്ല നീ കരപറ്റിയത്. കടലിന്റെ കരയോട് അടുത്തപ്പോൾ പൊളിഞ്ഞത് കൊണ്ട് മാത്രമാണ് നീ അക്കരെ എത്തിയത്. ഇനി ആ കടലിന്റെ കരയിൽ ചെന്നിറങ്ങിയ ഇവർക്ക് തുടർന്ന് യാത്ര ചെയ്യണം. ഇവർ കൈസരിക്ക് പോവുക. കൈസരിയിൽ പോകാൻ വേണ്ടി ചെന്നിറങ്ങിയിരിക്കുന്ന ഇവരുടെ ചിലരുടെ കയ്യിൽ മാത്രം 276 പേരുണ്ട്. കുറച്ചുപേര് നീന്തി ഇറങ്ങി കയറി, പിന്നെ നീന്തറിഞ്ഞുകൂടാത്തവർ പലകയുടെ വള്ളക്കൊക്കെ പിടിച്ചാൽ ചെന്ന് കയറി. അപ്പൊ ചിലര് മാത്രമേ പലക കഷ്ണം കൊണ്ടുവന്നിട്ടുള്ളൂ, ചിലര് മാത്രം ചില പട്ടികൾ പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ഒഴുകിപ്പോയതിന്റെ ബാക്കി പലക കഷ്ണവും പട്ടികയും കൂടെ തട്ടിക്കൂട്ടിയാൽ ഒരു കൊതുമ്പ് വെള്ളം ഉണ്ടാക്കാൻ പോലുമുള്ള പലകത്തുണ്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളതെല്ലാം ഒഴിച്ചുപോയി, ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. 3-4 പലകത്തുണ്ടുമായിട്ട് നിന്നിട്ട് പറയുക, ഞങ്ങൾക്കിനി യാത്ര ചെയ്യണമെന്ന്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ? സ്വർഗത്തിലെ കർത്താവ് പൗലോസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. പൗലോസേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. നമുക്ക് ചോദിക്കാം, 2-3 പലകത്തുണ്ടുമായി നിൽക്കുന്നവർ, ഒരു വള്ളം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഇവർ 276 പേർക്ക് യാത്ര ചെയ്യണം. ഈ പലകത്തുണ്ടിന്റെ പുറത്ത് എങ്ങനെയായി യാത്ര ചെയ്യുന്നത്? അവിടെയാണ് ദൈവത്തിന്റെ ഒരു വിശ്വസ്തത വെളിപ്പെടുന്നത്. അടുത്ത അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു, അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയൻ കപ്പൽ കഴിഞ്ഞ 3 മാസമായി ആ കടലിന്റെ തീരത്ത് നങ്കൂരം അടിച്ചു കിടക്കുകയാ. നീ പറയും ശൈത്യകാലം കഴിഞ്ഞിട്ടാ പോകാതെന്ന്. അല്ല, ദൈവം പറഞ്ഞ ചിലരുടെ ഇതിനകത്ത് വന്നു കയറാറുണ്ട്. അതിനുവേണ്ടി കപ്പലിനെ നീയോടെ കരുതി വെച്ചിരിക്കുക. നിന്റെ പല വെളിഞ്ഞാൽ സാരമില്ല, തമ്പുരാൻ വേറൊന്ന് കരുതിയിട്ടുണ്ട്. അശ്വനി ചിഹ്നമുള്ള മറ്റൊരു അലക്സാന്ദ്രിയൻ കപ്പൽ. Praise the Lord. Praise the Lord.
ദൈവത്തെ സ്തുതിച്ചു. കപ്പൽ പൊളിഞ്ഞു ഓർത്തൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ പൈതലെ ആ കടലിന്റെ തീരത്ത് അശ്വനി ചിഹ്നമുള്ള മറ്റൊരു അലക്സാണ്ട്രിയൻ കപ്പൽ നിന്റെ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. യാത്ര അവസാനിച്ചെന്ന് നീ വിചാരിക്കുന്നതിന്റെ ഗതി തീർന്നെന്ന്, നീ വിചാരിക്കുന്നതിന്റെ യാത്ര തീർന്നെന്ന്. എന്നാൽ നീ കൈസരിയിലെത്തുമെന്ന കൈസരിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ മറ്റൊരു കപ്പലിനെ തമ്പുരാൻ കരയുടെ തീരത്ത് കഴിഞ്ഞ 3 വർഷമായി തടഞ്ഞിട്ടുണ്ട്. കയ്യിലുള്ള സാധന സാമഗ്രികളെല്ലാം കടലിൽ വെച്ച് അവർ കടലിലേക്ക് വലിച്ചു. എന്തിനാ വലിച്ചെറിഞ്ഞത്? കപ്പലിന്റെ ഭാരം കുറയ്ക്കാനാണ്. പക്ഷേ ആ മെനീത ദ്വീപിന്റെ ഇവിടുത്തെ ആഴമുള്ള ദൂതുണ്ട് കേട്ടോ. ക്രൈസ്തവോ, ചെന്നിറങ്ങിയ ദ്വീപിന്റെ പേര് പോലും അറിഞ്ഞുകൂടാത്ത ഒരു പുത്തൻ സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യണം. നീ ഡയറക്റ്റ് ചെയ്ത് വന്നാണ് തന്നെ തമ്പുരാൻ നിന്നെ കൊണ്ടുവന്നത്. നീ ഉദ്ദേശിച്ചാണ് തന്നെ തമ്പുരാൻ നിന്നെ കൊണ്ടുവന്നത്. പേര് പോലും അറിഞ്ഞുകൂടാത്തൊരു പുത്തൻ ദ്വീപിൽ നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നീ ദൈവത്തെ സ്തുതിക്കണം. പേരറിയാത്ത ദ്വീപിൽ കൊണ്ടുവന്ന് നിൽക്കുന്നു പൗലോസെ. തുടർന്ന് യാത്ര ചെയ്യാൻ അശ്വന്യ ചിഹ്നമുള്ള അലക്സാണ്ട്രിയൻ കപ്പൽ 3 മാസമായി ദൈവം കരുതിയിരുന്നു. മറ്റൊരു ചിന്ത, തുടർന്ന് യാത്ര ചെയ്യുമ്പോൾ കഴിക്കാൻ ആഹാരം വേണം. ഉള്ള ധാന്യം മുഴുവൻ അദ്രിയ കടലിൽ വെച്ചെടുത്ത് കടലിലേക്ക് ഇട്ടുകളഞ്ഞു. ഒന്നുമില്ലാതെ നിൽക്കുകയാ. ദൈവം പൗലോസിനൊരു ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കി. പുബ്ലിയോസ് ദ്വീപ് പ്രമാണിയുടെ അപ്പൻ അതിസാരം പിടിച്ച ദ്വീപിൽ കിടപ്പുണ്ട്. അകത്തിയെന്ന് പൗലോസ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപാവരത്തിന്റെ ജ്വലനമുണ്ടായി. ശുശ്രൂഷയുടെ വേദി തുറക്കപ്പെട്ടു. ദർബരന്മാര് നീ നോക്കിയാൽ അവന്റെ കാശില്ല. പക്ഷെ തിരുവെഴുത്ത് എന്താ പറയുന്നത് അറിയാമോ? ഞങ്ങൾ കപ്പൽ കയറുന്ന നേരം ആവശ്യമുള്ളതൊക്കെ അവർ കയറ്റി തന്നു. നീ കരുതാത്ത പലതും തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. കടലിൽ കളഞ്ഞ പലതും തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കരുതലുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കപ്പൽ പൊളിഞ്ഞാൽ തുറന്ന് യാത്ര ചെയ്യാൻ അശ്വന്യ ചിഹ്നമുള്ളൊരു കപ്പൽ. കടലിൽ ചരക്കുകൾ കളഞ്ഞാൽ ബർബരന്മാരെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ കയറ്റി തരുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ പൗലോസിന്റെ ജീവിതത്തിന്റെ ആരംഭം ഡമസ്കോസിന്റെ പടിവാതിക്കല്ല. ഒത്തിരി പദ്ധതിയുമായി യാത്ര ചെയ്യുന്നവനെ നട്ടുച്ചയ്ക്ക് പ്രകാശമുള്ള ഒരു മേഘം ചുറ്റുമില്ലേ? താഴെ കിടക്കുമ്പോൾ അവൻ ചോദിക്കുന്നു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യേണ്ടുന്ന കാര്യം അറിയിക്കാൻ ദൈവം അനന്യാസിനെ അവന്റെ അടുക്കിലേക്ക് അയക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്ക്, എന്റെ നാമം ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തൊരു മാനപാത്രം. ശുശ്രൂഷയുടെ 3 മേഖലകൾ അന്ന് കർത്താവ് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ, ജാതികൾ, രാജതലം. പ്രാരംഭകാലത്ത് അവൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു. ഒരു ദിവസം അവന് മനസ്സിലായി, എന്റെ ഈ മിനിസ്ട്രി അവസാനിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുന്നു. 2ാം ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചു. 3ാം തലത്തിൽ അവൻ കയറിയിട്ടില്ല. അതിനു മുമ്പാണ് 40 പേർ ചേർന്ന് അവനെ കൊല്ലുവാൻ ശപഥം ചെയ്തത്. 40 പേർ ചേർന്ന് അവനെ കൊല്ലുവാൻ ശപഥം ചെയ്ത സമയപരിധി കൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ 40 പേർ പൗലോസിനെതിരെ ശപഥം ചെയ്യുന്നു. എന്നാൽ 23-ന്റെ 23 ക്രൈസ്തവരോട് വായിക്കുന്നത് പൗലോസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം 470 പേരെ അന്ന് രാത്രി എഴുന്നേൽപ്പിച്ചു. മനസ്സിലായോ? 40 പേർ അവനെതിരെ ശപഥം ചെയ്തപ്പോൾ ഭക്തന്റെ പരിപാലനത്തിന് വേണ്ടി 470 പട്ടാളക്കാരെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ക്ഷേമത്തോടെ ഇവനെ കൈസരിയിലെത്തിക്കണം. സഹോദരങ്ങളെ, അവന്റെ ശുശ്രൂഷയുടെ 3ാമത്തെ വേദി തുറക്കുകയാണ്. 3ാമത്തെ വേദി തുറന്നു. ദൈവം പറഞ്ഞ വാക്ക് പാലിച്ചു. അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ, ഫെസ്തോസിന്റെ മുമ്പാകെ, ഫേലിക്സിന്റെ മുമ്പാകെ, ബർണിക്ക രാജ്ഞിയുടെ മുമ്പാകെ, ദ്രുസില്യ രാജ്ഞിയുടെ മുമ്പാകെ, രാജതലത്തിൽപ്പെട്ടവരുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തിട്ട് മാത്രമേ അവന്റെ കണ്ണടയാണ് ദൈവം അനുവദിച്ചുള്ളൂ.
ദൈവത്തിന്റെ പൈതലെ നിന്റെ മേലുള്ള വാഗ്ദത്തം ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ ആലോചന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ശുശ്രൂഷയുടെ അടുത്ത പടിയിലേക്ക് നീ കയറിയില്ലായിരിക്കാം. അടുത്തൊരു മണ്ഡലം നിനക്ക് ചിന്തിക്കാനാവുന്നില്ലായിരിക്കാം. ഇപ്പോഴത്തെ ഭീഷണിയുടെ നടുവിൽ ഒരു മൂന്നാം വേദി നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഉയരത്തിലെ ഉടവൻ പറയുന്നു, ഇല്ല, മൂന്നാമത്തെ വേദി ഞാൻ പുറക്കാൻ തുടങ്ങുക. അടുത്ത പ്രതലം ഞാൻ വരിക്കാൻ പോവുക. നഷ്ടപ്പെട്ടതൊന്നും സാരമില്ല, കരയ്ക്ക് കരുതിയിട്ടുണ്ട്. ജീവരക്ഷയ്ക്ക് പറഞ്ഞ നീ കടലിൽ പറഞ്ഞു മതിച്ചറിഞ്ഞത് ഒന്നില്ലാത്തവരായി നിൽക്കുന്ന നിനക്ക് വേണ്ടി ഒരു ശുശ്രൂഷയുടെ അവസരത്തിൽ യേശുവിന്റെ നാമത്തിൽ വേദികൾ ഒരുക്കപ്പെടട്ടെ, അവസരങ്ങൾ തുറക്കപ്പെടട്ടെ. ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. Hallelujah.
ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റു നീ കഴുകണമേ എന്റെ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റു നീ കഴുകണമേ എന്റെ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ യേശുവേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. യേശുവേ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യം. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. അവസാനമായി യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റു നീ കഴുകണമേ എൻ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റു നീ കഴുകണമേ എൻ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എൻ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എൻ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ യേശുവേ. നിന്നെ ദൃശ്യപ്പാൻ എനിക്കാവണേ എൻ യേശുവേ. നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എൻ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എൻ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ യേശുവേ. നിന്നെ ദർശിപ്പാൻ ഇടയാവണേ എൻ യേശുവേ. യേശുവേ ഓ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം സമർപ്പണത്തോടെ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റു നീ കഴുകണമേ എൻ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ.
അങ്ങ് ഘോഷിക്കുന്നതാണ്
ഘോഷിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ ഘോഷിക്കുന്നതാണെന്റെ ആശ, അങ്ങേ ഘോഷിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ ഘോഷിച്ചിരുന്നു, അങ്ങേ ഘോഷിച്ചിരുന്നു യേശു രാജാവിനെ, അങ്ങേ ഘോഷിച്ചിരുന്നു, അങ്ങേ ഘോഷിച്ചിരുന്നു യേശു രാജാവിനെ, അങ്ങേ ഉയർത്തുന്നതാണെന്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാ ഈ ദേശത്ത് അങ്ങേ ഉയർത്തുന്നതാണെന്റെ ആശ, ആയിരിക്കണം മതങ്ങൾ നാരായണന്റെ വാഞ്ച, അങ്ങേ ഉയർത്തിയിരുന്നു, അങ്ങേ ഉയർത്തിയിരുന്നു യേശു രാജാവിനെ, അങ്ങേ ഉയർത്തിയിരുന്നു, അങ്ങേ ഉയർത്തിയിരുന്നു യേശു രാജാ, അങ്ങേ സേവിക്കുന്നത്, അങ്ങേ സേവിക്കുന്നതാണെന്റെ ആശ, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിക്കുന്നതാണെന്റെ ആശ, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിച്ചിരുന്നു, അങ്ങേ സേവിച്ചിരുന്നു യേശു രാജാവിനെ, അങ്ങേ സേവിക്കുന്നു, അങ്ങേ സേവിച്ചിരുന്നു, അങ്ങേ സേവിച്ചിരുന്നു യേശു രാജ. അവസാനമായി ഒരിക്കൽക്കൂടെ അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിക്കുന്നതാണെന്റെ ആശ, അങ്ങേ സേവിക്കുന്നതാണെന്റെ, അങ്ങേ സേവിക്കുന്നത്, അങ്ങേ സേവിക്കുന്നതാണെന്റെ ആശ, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, ഒരിക്കൽക്കൂടെ അങ്ങേ സേവിക്കുന്നതാണെന്റെ ആശ, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിക്കുന്നതാണെന്റെ ആശ, അങ്ങേ സേവിക്കുന്നതാണെന്റെ വാഞ്ച, അങ്ങേ സേവിച്ചിരുന്നു, അങ്ങേ സേവിച്ചിരുന്നു യേശു രാജാവിനെ, 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 അങ്ങേ സേവിച്ചിരുന്നു, അങ്ങേ സേവിച്ചിരുന്നു അങ്ങേ സേവിച്ചിരുന്നു, അങ്ങേ സേവിച്ചിരുന്നു യേശു രാജാവിനെ, അങ്ങേ സേവിച്ചിരുന്നു,